അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ TK സുരേന്ദ്രൻ അവറുകളാണ്. ബീഹാറിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസിന്റെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട തന്റെ ജീവിതത്തില് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായി തീർന്ന അനുഗ്രഹീതമായ ഒത്തിരി അനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. കേൾവിക്കാർക്ക് തികച്ചും ഇത് വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും കർത്താവിനോടുള്ള സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുവാനും മുഖാന്തരമായി തീരും. ആകയാൽ ഈ വീഡിയോ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മാത്രം ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കുക. ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും. അരോമ TVയിൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. തുടർന്ന് നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ TK സുരേന്ദ്രൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സുരേന്ദ്രൻ. എൻ്റെ ജന്മസ്ഥലം കേരളത്തിലെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ പമ്പവാലി എന്ന് പറയും. എരുമേലിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഞങ്ങളുടെ ഒരു ചെറിയ ഗ്രാമം. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അച്ഛനും അമ്മയും ഒക്കെ കൃഷിക്കാരായിരുന്നു. ഇപ്പോഴും എല്ലാവരും കൃഷിയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു. അച്ഛനും അമ്മയും ഒന്നും ഇപ്പോഴേ ഈ ലോകത്തില്ല. അച്ഛനെ ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഒരു അസുഖം വന്ന് ഈ ലോകം വിട്ടുപോയി. പിന്നെ അമ്മ ഒരു 6-7 വർഷം മുമ്പ് അമ്മയും മരിച്ചു. പിന്നെ ഞങ്ങള് 7 മക്കളാണ്. 4 സഹോദരങ്ങളും 3 സഹോദരിമാരും. ഞങ്ങളിങ്ങനെ അച്ഛൻ മരിക്കുന്ന സമയത്ത് സ്ഥലമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ കൃഷിയും കാര്യങ്ങളും കന്നുകാലി വളർത്തലും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ജീവിച്ചു പോന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഞങ്ങൾക്ക് സൗകര്യം വളരെ കുറവായിരുന്നു. സ്കൂളുകളൊന്നും അടുത്തില്ല. 4ാം ക്ലാസ് വരെ ഉള്ള ഒരു ഗവൺമെന്റ് ഒരു ട്രൈബൽ LP സ്കൂൾ ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം. 4ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 5ാം ക്ലാസ്സിൽ പോകണമെങ്കിൽ പിന്നെ ഒരു 5-6 കിലോമീറ്റർ ദൂരെ ഒരു സ്കൂൾ. അങ്ങനെ ആരംഭത്തിൽ തന്നെ പഠനത്തിലൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായി. ഞങ്ങളങ്ങനെ ചെറുപ്പകാലമൊക്കെ ജീവിച്ചു കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അച്ഛൻ്റെ മരണത്തോടനുബന്ധിച്ച് ജ്യേഷ്ഠന്മാരൊക്കെ പഠിത്തം നിർത്തി. പിന്നെ ഞങ്ങളെല്ലാവരും കൃഷിപ്പണിയായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹൈസ്കൂൾ പഠനത്തിന് വേണ്ടി ഒരു ഉപ്പാപ്പൻ്റെ വീട്ടിൽ പോയി, സീതത്തോടെന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ പോയി നിന്ന് പഠിച്ച് അവരുടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തു കൊടുത്ത് അവിടെ നിന്ന് പഠിച്ച് അങ്ങനെ 10ാം ക്ലാസ് പാസ്സായി. അതിനുശേഷം മുന്നോട്ടുള്ള പഠിത്തത്തിന് ഉള്ള സൗകര്യങ്ങളും ഇല്ലായിരുന്നത് കൊണ്ട് 1975 ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നത്. അതിനുശേഷം ഒരു കൂട്ടുകാരൻ്റെ കൂടെ നാട് വിട്ട് എന്തെങ്കിലും ജോലി അന്വേഷിച്ച് ജോലി ചെയ്യാം, ഉപരിപഠനത്തിനൊന്നും പോയി വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട, അതിനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലല്ലോ കുടുംബത്തെന്ന് വിചാരിച്ച് അങ്ങനെ 10ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റും കൈവച്ചുകൊണ്ട് 1977 നാട് വിട്ടു ജോലിക്ക് വേണ്ടി. അങ്ങനെ ജോലിക്ക് വേണ്ടി നാട് വിട്ട് ആദ്യം ഞാൻ പോകുന്നത്
കർണാടക സ്റ്റേറ്റിലാണ്. കർണാടക സ്റ്റേറ്റിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ചേട്ടൻ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ. അങ്ങനെ അവിടെ എന്നെയും കൊണ്ടുപോയി ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ചു. പിന്നെ മഞ്ഞപ്പിത്തത്തിൻ്റെ ചികിത്സയ്ക്കായി ജോലി വിട്ടിട്ട് പിന്നെ തിരിച്ച് നാട്ടിൽ വന്നു. ഒരു വർഷത്തോളം നാട്ടിൽ നിന്ന് മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗത്തിനൊക്കെ ചികിത്സിച്ച് കഴിഞ്ഞ് പിന്നെ രണ്ടാമതും വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ രണ്ടാമതും ജോലിക്ക് വേണ്ടി നാട് വിട്ടു. അന്നേരം അമ്മാവൻ്റെ ഒരു മകനെ ഗുജറാത്തിൽ ബറോഡയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് പോരെ, ഞാൻ ഇവിടെ ജോലിയൊക്കെ ശരിയാക്കാമെന്ന്. അങ്ങനെ പിന്നെ 79 79 തോന്നുന്നു ഞാൻ ഗുജറാത്തിലെ ബറോഡയ്ക്ക് യാത്രയായി. ബറോഡയിൽ ചെന്ന് അവിടെ കുറച്ചുനാൾ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഇങ്ങനെ കുറച്ചുനാൾ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെയൊക്കെ ശമ്പളം കുറവ്. അന്ന് 4 രൂപയുള്ള ഒരു ഡെയിലി ശമ്പളം, ഒരു ദിവസത്തെ ശമ്പളം 4 രൂപ. ഒരു മാസം 25 ദിവസം ജോലി ചെയ്താൽ 100 രൂപ കിട്ടും. അങ്ങനെ ബറോഡയിൽ കുറേ നാൾ ജോലി ചെയ്തു. അതിനുശേഷം എന്നെ കൊണ്ടുപോയ എൻ്റെ അമ്മാവൻ്റെ മോൻ, അവന് അവിടെ നിന്ന് ഗൾഫിൽ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ തനിച്ചായി. അങ്ങനെ അവിടെ കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാനൊക്കെ ബുദ്ധിമുട്ടായി. ഇങ്ങനെ വീണ്ടും ഞാൻ ആ ജോലി വിട്ടിട്ട് ഞാൻ വീണ്ടും കൺസ്ട്രക്ഷൻ കമ്പനി ജോലി ചെയ്യുന്നു. അങ്ങനെ ബറോഡയിലെ ഈ ബറോഡ റീഫൈനറിക്കകത്ത് കൺസ്ട്രക്ഷൻ കമ്പനി ജോലി ചെയ്യാൻ പോയി. അങ്ങനെ കൺസ്ട്രക്ഷൻ കമ്പനി ജോലി തുടങ്ങി കഴിഞ്ഞിട്ട് അവിടെ പിന്നെ ഓവർ ടൈം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാം. അങ്ങനെ ജീവിക്കാനുള്ള പൈസയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 2 വർഷം ഗുജറാത്തിലെ ബറോഡയിൽ ജോലി ചെയ്തതിന് ശേഷം ബോംബെയിൽ പിന്നെ അവർക്ക് വേറൊരു വർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ ബോംബെയിൽ എന്നെ വർക്കിന് വിട്ടു. എൻ്റെ വർക്കിലൊക്കെ ഒരു വലിയ സാറ്റിസ്ഫാക്ടറി ആയിരുന്നു കമ്പനി. ബോംബെ വന്ന് 1 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ ഗൾഫിൽ അയക്കാൻ പോവാണ്. അങ്ങനെ കമ്പനിക്കാർ തന്നെ എനിക്ക് വിസയൊക്കെ ഉണ്ടാക്കി. അന്ന് ഇറാഖിൽ അവർക്കൊരു വർക്ക് ഉണ്ടായിരുന്നു. ആ ഇറാഖിലെ വർക്കിന് വേണ്ടി എന്നെ ഇറാഖിൽ വിട്ടു. അപ്പം 1 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. ജോലി ചെയ്തതിന് ശേഷം അന്ന് ഇറാഖ് വാർ നടക്കുന്ന സമയമായിരുന്നു. ആ വാറ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ പോയത്. അവിടെ നിന്ന് ഒരു വർഷത്തോളം ജോലി ചെയ്ത് കഴിഞ്ഞു. അപ്പം അവിടെ ഞങ്ങൾക്ക് ഫുഡ് അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആയിരുന്നു. സാമാന്യം നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ 1 വർഷത്തോളം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ വാറ് കൂടുതൽ തീവ്രമായി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ക്യാമ്പിനടുത്തൊക്കെ ബോംബ് വന്ന് വീണു. 1-2 ഇന്ത്യൻസ് മരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ 2 ഇന്ത്യൻസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ. 1984 കാര്യം, 83-84 കാര്യം. അപ്പം ഉടനെ ഇമ്മീഡിയറ്റ് ഓർഡർ ടു ഓൾ ഇന്ത്യൻസ് സെൻഡ് ബാക്ക് എന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം അവിടുന്ന് പെട്ടെന്ന് പാക്ക് ചെയ്ത് അങ്ങനെ 1 വർഷത്തെ ജോലിക്ക് ശേഷം വീണ്ടും ഇറാഖിൽ നിന്ന് തിരിച്ചു വന്നു. വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെ പോയതായിരുന്നു. ഒരു ഗൾഫ് ജോലിയൊക്കെ കിട്ടി പൈസയൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് ജീവിക്കാം എന്നൊക്കെ വലിയ കണക്കൂട്ടൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെയും ശരിയായില്ല. തിരിച്ച് വീണ്ടും ബോംബെയിൽ വന്നു. പിന്നെ നാട്ടിലൊക്കെ വന്ന് തിരിച്ചു പോയിട്ട് വീണ്ടും ബോംബെയിൽ ചെന്ന് ജോലിയൊക്കെ ആരംഭിച്ചു. എൻ്റെ ഇളയ 2 സഹോദരിമാരുണ്ടായിരുന്നു. അവര് അന്ന് ഹരിയാനയിൽ ഒരു ഹോസ്പിറ്റൽ, ഒരു ട്രസ്റ്റിന്റെ ഹോസ്പിറ്റലിൽ അവർ നേഴ്സസായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പം ഞാൻ ഗൾഫിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവരെ കണ്ടില്ല. പിന്നെ അവരെ കാണാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, ഇവിടെ കാണാൻ നിൽക്കുക, ഇനി ഇവിടുന്ന് പോകണ്ട. അപ്പൊ എൻ്റെ ശരീരമൊക്കെ അല്പം ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ വെച്ച് ഒരു ദിവസം ഇതുപോലെ അന്ന് സിഗരറ്റൊക്കെ വലിക്കുമായിരുന്നു. ഗൾഫിൽ നിന്ന് കൊണ്ട് സിഗരറ്റൊക്കെ അന്നും കൈകൊണ്ടായിരുന്നു. ഒരു ദിവസം സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ റോഡിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ചുമച്ചിട്ട് കുറെ ബ്ലഡ് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് വന്ന് സഹോദരിമാരോട് പറഞ്ഞു. ഞാൻ അവിടെ 1 മാസത്തേക്ക് ഒന്ന് പോയത് അവരെ വിസിറ്റ് ചെയ്യുക. അപ്പോൾ സഹോദരിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്നെ ഒരു മെഡിസിൻ്റെ MD ഡോക്ടറെ കൊണ്ട് കാണിച്ച് ചെക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് TB ആണെന്ന്. അങ്ങനെ പിന്നെ
GB ആണ്. അതുകൊണ്ട് എൻ്റെ കേൾക്കത്തിന് ഡോക്ടർ പറഞ്ഞു, ആ പുള്ളിയെ ഇനി ഉടനെ അങ്ങ് വിടണ്ട, ഒരു 3 മാസം ഒരു 6 മാസത്തെ കണ്ടിന്യൂ ട്രീറ്റ്മെന്റ് ഉണ്ട്, അത് ചെയ്യണം, അതിന് ഡെയിലി ഇഞ്ചക്ഷൻ ഉണ്ട്, ഒരു 90 ഇഞ്ചക്ഷനൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നു 6 മാസം അവിടെ അങ്ങനെ എനിക്ക് നിൽക്കേണ്ടി വന്നു. അങ്ങനെ നിന്നു. പിന്നെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ അവർ ജോലി ചെയ്യുന്ന പെങ്ങന്മാർ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ എല്ലാം ഫ്രീ ആയിട്ടൊക്കെ ആയിരുന്നു, എല്ലാം ചെയ്തു. ആ അസുഖത്തിൽ നിന്നൊക്കെ റീകവർ ആയി കഴിഞ്ഞു. പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ ഗൾഫിൽ നിന്ന് പോയിട്ട് വന്ന സമയത്ത് സ്വല്പം പൈസയൊക്കെ അന്ന് കയ്യിലുണ്ടായിരുന്നു. 85 അന്ന് ഒരു വർഷം ജോലി ചെയ്ത് ഒരു 25,000 എനിക്ക് ഇവിടെ ഇന്ത്യ വന്നു കഴിഞ്ഞപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അവിടെ വന്നു കഴിഞ്ഞിട്ട് പെങ്ങന്മാർ പറഞ്ഞ് ഇവിടെ നിന്നാൽ മതി. അവരും രണ്ടുപേരും അൺമാരീഡ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഉത്തരവാദിത്വവും എൻ്റെ മേലിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഹരിയാനയിൽ അങ്ങനെ സെറ്റിൽ ആകാനുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഞാൻ അവിടെ ഒരു ചെറിയ മെഡിക്കൽ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുണ്ടായിരുന്ന പൈസ കൊണ്ട് ഒരു ലാബും ഒരു ചെറിയ എക്സ്റേ പ്ലാന്റും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു നേഴ്സിംഗ് ഹോമുമായിട്ട് ടച്ച് ചെയ്തിട്ട് പിന്നെ അവർക്ക് ഡോക്ടർമാർക്ക് നമ്മൾ അവിടെ പ്രോഫിറ്റിൻ്റെ പകുതി അവർക്ക് കമ്മീഷൻ കൊടുക്കണം. അങ്ങനെ ഇത് ചെയ്തു പോന്നു. അങ്ങനെ ഒരു 10 വർഷം ഞാൻ ഹരിയാനയിലിരുന്ന് അതെൻ്റെ ലൈഫിൻ്റെ ഏറ്റവും ഗോൾഡൻ ടൈമായിരുന്നു. സാമാന്യം നല്ല വരുമാനമുണ്ട്, ഒരു ഒരു ഡോക്ടറുടെ സ്റ്റാറ്റസ് ആൾക്കാർ നമുക്ക് തരുമായിരുന്നു. പിന്നെ അവിടെ നിന്നുകൊണ്ട് ഈ 10 വർഷത്തിന് 2 പെങ്ങന്മാരെ, രണ്ടുപേരും ഇളയ പെങ്ങന്മാരെന്ന് അവിടെ രണ്ടിനെ വിവാഹം കഴിച്ചു വിട്ടു. അങ്ങനെ ബിസിനസ്സൊക്കെ വലിയ കുഴപ്പമില്ലാതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അൺമാരീഡ് ആയിരുന്നു. അങ്ങനെ 1990 ആകുന്നതിന് മുമ്പ് 6 വർഷം കൊണ്ട് 2 പെങ്ങന്മാരെയൊക്കെ വിവാഹം ചെയ്ത് കഴിച്ചപ്പോൾ ഞാൻ പിന്നെ ഒറ്റയ്ക്കായി. അങ്ങനെ ബിസിനസ്സൊക്കെ അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോന്നു. അങ്ങനെ പിന്നെ 90 കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ വീട്ടിൽ വിളിച്ചു, നീയും വിവാഹം തന്നെയല്ലോ ഉള്ളോ, അതുകൊണ്ട് ഒരു കല്യാണമൊക്കെ കഴിച്ചിട്ട് അവിടെ പോയി നിൽക്കുക, കുടുംബമായിട്ടൊക്കെ അവിടെ പോയി ജീവിക്കുക, അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹാലോചനകളൊക്കെ വന്നു. പിന്നെ അപ്പോഴേ ഡൽഹിയിൽ നിന്ന്, അപ്പം ഞാൻ ഹരിയാനയിലായിരുന്നു, അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇതുപോലെ ഒരു പ്രപ്പോസൽ വന്നു. ആ പ്രപ്പോസൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർ ആലോചനയായിട്ട് എൻ്റെ അടുത്ത് ഹരിയാനയിൽ വന്നു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ പെണ്ണ് പട്ന മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്, അവൾക്ക് വേണ്ടി ഞങ്ങൾ വന്നെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഡൽഹിയിലെ വന്ന് ഞാൻ പെണ്ണിനെ കണ്ടു, ഞങ്ങൾ രണ്ടുപേരും കണ്ടു. അങ്ങനെ 1990 മെയ് 20 ഞങ്ങളുടെ വിവാഹം ഡൽഹിയിൽ വെച്ച് നടന്നു. കാരണം വൈഫിൻ്റെ ബ്രദേഴ്സ് എല്ലാവരും ഡൽഹി ജോലി ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ എനിക്കും എൻ്റെ ബിസിനസ് തന്നെ വിട്ടിട്ട് അത് മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടുള്ള സൗകര്യം അന്ന് ആരില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഡൽഹി വെച്ച് തന്നെ അത് വിവാഹം നടന്നു. അത് ഒരു അമ്പലത്തിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹമൊക്കെ നടക്കുന്നത്. കാരണം ഞങ്ങൾ രണ്ടുപേരും അന്ന് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ വിശ്വസിക്കുകയും ചെറുപ്പം മുതലേ ഇതുപോലെ അമ്മ എന്നെ കൈ പിടിച്ചുകൊണ്ട് അമ്പലത്തിൽ പോവുകയും എനിക്ക് വേണ്ടി നേർച്ചകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ കടന്നു പോകുന്ന സ്ഥാനത്തൊക്കെ വളരെ കൃത്യനിഷ്ഠമായിട്ട് തന്നെ ഞാൻ പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്തു പോന്നു. അങ്ങനെ അമ്പലത്തിൽ വെച്ചാണ് ഡൽഹിയിലെ RK പുരം അയ്യപ്പ ടെമ്പിളിൽ വെച്ചാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് 1990. വിവാഹത്തിന് ശേഷം പിന്നെ കുറച്ച് നാൾ ഞങ്ങൾ ഹരിയാനയിൽ എൻ്റെ കൂടെ പുള്ളിക്കാരി ഇരുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്കാരുടെ ലീവ് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ കൊണ്ട് പട്നയിൽ വിട്ടിട്ട് ഞാൻ തിരിച്ചു പോയി. അവർക്ക് അന്ന് ഇവിടെ ഞങ്ങൾക്ക് ഫാമിലി അക്കോമഡേഷൻ ഇല്ല, ഒരു ഹോസ്റ്റൽ മാത്രമേ ഉള്ളൂ. ഹോസ്റ്റലിൽ അവർക്ക് മാത്രമേ താമസിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ പിന്നെ തിരിച്ചു പോയി എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ നിന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു 3-4 വർഷത്തോളം ഞങ്ങൾ ഇങ്ങനെ അപ്പ് ഡൗൺ ചെയ്തുകൊണ്ടിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊക്കോണ്ടൊക്കെ ഇരുന്ന സമയം അനുസരിച്ചൊക്കെ. അങ്ങനെ പിന്നെ അപ്പോഴത്തേക്ക് ആദ്യത്തെ മോള് 92 ആദ്യത്തെ മോള് ജനിച്ചു.
ആ ആദ്യത്തെ മോള് ജനിച്ചു കഴിഞ്ഞ് അവർ തള്ളേ മോള് ഇവിടെ ആയി, ഞാൻ തനിച്ച് അവിടെയായി. അപ്പം പിന്നെ കുഞ്ഞിനെ കാണാതിരിക്കാനുള്ള ബുദ്ധിമുട്ടായി. തനിച്ച് അവിടെയുള്ള ജീവിതവും കാര്യവും എല്ലാം ബുദ്ധിമുട്ടായി. അങ്ങനെ പിന്നെ ഫാമിലി സെറ്റിൽമെന്റിന് വേണ്ടി ഞാൻ എൻ്റെ ബിസിനസ് എല്ലാം അവിടെ മറ്റൊരാൾക്ക് ഹോസ്പിറ്റലിൽ വേറെ ആൾക്ക് ഡോക്ടർ തന്നെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻ്റ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ഫാമിലി സെറ്റിൽമെന്റ് വേണ്ടി ഞാൻ പഴയ വന്നു. കാരണം പുള്ളിക്കാരിയുടെ ഒരു ഗവൺമെന്റ് ജോബാണല്ലോ, അത് വൺ സൈഡ് സേഫ് ആണല്ലോ. നമ്മുടെ പ്രൈവറ്റ് ജോബ് നമുക്ക് പ്രൈവറ്റ് ബിസിനസ് എവിടെ വേണേലും ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ പലരുടെ അഡ്വൈസൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് നീ ഒരു കാര്യം ചെയ്യും, അവിടെ പോയി സെറ്റിൽ ആകാൻ നല്ലതെന്ന് പറഞ്ഞു. കാരണം ഒരു ഗവൺമെന്റ് ജോലി നമ്മുടെ ഫ്യൂച്ചർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചറിനും അത് സേഫ് ആണല്ലോ എന്ന് വിചാരിച്ച്, അത് കളയണമെന്ന് ശരിയല്ലോ എന്ന് വിചാരിച്ച് തിരിച്ച് പട്നായി വന്ന് ഞങ്ങൾ പട്നായിൽ അങ്ങനെ ഞാൻ 1994 ഞാൻ പട്നായി വന്നു. അന്നത്തെ പട്നയൊക്കെ ബീഹാറും ഒക്കെ വളരെ വികൃതമായിരുന്നു. ഇന്നത്തെ ഒരു 29-30 വർഷം മുമ്പുള്ള ബീഹാറൊക്കെ ആയിരുന്നു. അന്ന് ആരും ബീഹാറിലോട്ട് വരത്തില്ല. വിവാഹം കഴിഞ്ഞിട്ട് അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ബീഹാറിലോട്ട് വരത്തൊന്നുമില്ല, പിന്നെ നമുക്ക് ഇവിടെ കാണാൻ സെറ്റിലാകാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുകയായിരുന്നു. ഏതായാലും ഒടുവിലെ ഇതിൻ്റെ എല്ലാം പിന്നിലെ ദൈവത്തിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നുള്ള അന്ന് നമുക്കറിയില്ലായിരുന്നു. എന്നാൽ നമ്മുടെ ദൈവം ആദ്യവും അന്ത്യവുമാണല്ലോ. ഇതിനെല്ലാം പറയും ദൈവത്തിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നുള്ള ഇപ്പം മനസ്സിലാകുന്നുണ്ട്, അന്ന് ഇതൊന്നും അറിയില്ല. അങ്ങനെ പട്നയിൽ വന്ന് ഞങ്ങൾ പട്നയിൽ വെളിയിൽ ഒരു ഒരു ഫ്ലാറ്റൊക്കെ എടുത്ത് ഞങ്ങൾ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന് ഞാനും വൈഫും മൂത്ത മോളും ഉണ്ട്. ഞങ്ങളിങ്ങനെ പിന്നെ ഒരു 92 ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഒരു മോളോടുണ്ടായി 96. അങ്ങനെ ഞങ്ങൾ ഫാമിലി കുടുംബമായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിച്ചു. കുഞ്ഞുങ്ങൾ 2 പേര് ഇവിടെ ജനിച്ചു. പുള്ളിക്കാരി ജോലി ചെയ്തു. പിന്നെ ഞാനിവിടെ ഒരു ഗോദറേജിൻ്റെ ഒരു CNFൻ്റെ ഒരു ഓഫീസിൽ ഞാൻ ജോയിൻ ചെയ്തു. അവിടെ എനിക്ക് ഒരു ഓഫീസ് സ്റ്റാറ്റസിൽ ഒരു ജോലിയൊക്കെ കിട്ടി. അങ്ങനെ ഒരു 3-4 വർഷം അങ്ങനെ അവിടെ ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് 98 ആയപ്പോഴത്തേക്ക് 1998 ആരംഭത്തായത്തേക്ക് എൻ്റെ ശരീരം വളരെ അങ്ങ് ക്ഷീണിക്കുന്നു. രാവിലെ ഓഫീസിൽ പോകും, വൈകിട്ട് വരും. പിന്നെ കുഞ്ഞുങ്ങളെ പുള്ളിക്കാരി നൈറ്റ് ഡ്യൂട്ടി, പുള്ളിക്കാരി കണ്ടിന്യൂ നൈറ്റ് ഡ്യൂട്ടി ചെയ്യും. പിന്നെ പകല് കുഞ്ഞുങ്ങളെ നോക്കും. ഞാൻ 5 മണിയാകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരും. രാത്രി കുഞ്ഞുങ്ങളെ ഞാൻ നോക്കും. ഇങ്ങനെ ഞങ്ങൾ വേറെ ആരുമില്ല, ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തി ഞങ്ങളിങ്ങനെ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. അപ്പോഴേ എൻ്റെ ശരീരം അങ്ങ് വളരെ ക്ഷീണിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ സ്കൂട്ടർ ഓടിച്ച് പോകാനും വരാനും ഒക്കെ ബുദ്ധിമുട്ടായി. ജോലി ഒരു 10 കിലോമീറ്റർ ദൂരെ പോകണമായിരുന്നു ഓഫീസിൽ പോകാൻ. അങ്ങനെ പിന്നെ 2-3 പുള്ളിക്കാരി ജോലി ചെയ്യുന്ന മെഡിക്കൽ കോളേജിനടുത്ത് തന്നെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടുത്തെ 1-2 MD ഡോക്ടേഴ്സിനെ കണ്ട് ചെക്കപ്പ് ചെയ്തു. അപ്പോൾ ഒരു ഡോക്ടർ ഒരു സംശയം പറഞ്ഞു. പിന്നീട് ഒരു പുള്ളിക്കാരനൊരു ടെസ്റ്റ് എഴുതി, ലിവറിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞൊരു ടെസ്റ്റ് എഴുതി. ആ ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ റിപ്പോർട്ട് കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു, അന്ന് ഒരു പുതിയ അസുഖമാണിത്, ഇതിന് ട്രീറ്റ്മെൻറ്റും മെഡിസിനും ഒന്നും ആരംഭിച്ചിട്ടില്ല, ഇതിൻ്റെ റിസർച്ചൊക്കെ ഞാൻ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ഹെപ്പാറ്റൈറ്റിസ് B എന്ന് പറഞ്ഞൊരു രോഗം, അത് ഇച്ചിരി മൂർച്ഛിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആഹാരം കഴിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായി. കഴിച്ചു കഴിഞ്ഞാൽ ആഹാരം ദഹിക്കത്തില്ല, വയറ്റിൽ ഇങ്ങനെ ബേണിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ വലിയ ബുദ്ധിമുട്ടായി. അപ്പം പിന്നെ ഞങ്ങൾ ഡയഗ്നോസിസ് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അവിടെ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു പ്രൊഫസറെ പോയി കണ്ടു. അവിടുത്തെ ഏറ്റവും വലിയ ടോപ്പ് ഡോക്ടർ പുള്ളിയാണ്. അങ്ങനെ ഈ റിപ്പോർട്ടെല്ലാം അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞ് പുള്ളിക്കാരൻ നോക്കിയിട്ട് പറഞ്ഞു, ഈ രോഗം ഒരു പുതിയ രോഗമാണ്, ലിവറിനെ ബാധിക്കുന്ന രോഗമാണ്, ഇതിന് ട്രീറ്റ്മെന്റ് റിസർച്ച് നടക്കുന്നതേ ഉള്ളൂ, ഇതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇപ്പം ഇല്ല, ഹൈദരാബാദിൽ ഇതിൻ്റെ റിസർച്ച് നടക്കുന്നേ ഉള്ളൂ. അപ്പം ഇപ്പം നിലവിലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാം,
പക്ഷെ അതുകൊണ്ട് ക്യൂർ ആവുമെന്നുള്ളതിന് ഗ്യാരണ്ടി ഒന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അന്നത്തെ മെഡിസിനൊക്കെ വളരെ കോസ്റ്റ്ലി ആയിരുന്നു. ഒരു ടാബ്ലറ്റ് തന്നെ 250 രൂപ, 98 കാര്യമാണ്. അങ്ങനെ ഒരു ദിവസം 2 ടാബ്ലറ്റ് കഴിക്കണം, 500 രൂപ അത് തന്നെയാവും. പിന്നെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒരു ദിവസം 1000 രൂപയുടെ ട്രീറ്റ്മെന്റ് ആണ്. അങ്ങനെ ഒരു 30 ദിവസം ആ ട്രീറ്റ്മെന്റ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അപ്പം അത് കഴിഞ്ഞപ്പം പിന്നെ പൈസക്കൊക്കെ ബുദ്ധിമുട്ടായി, മരുന്ന് വാങ്ങിക്കാനും ബുദ്ധിമുട്ടായി, കുഞ്ഞുങ്ങളെ വളർത്തണ്ടായോ, വീട് നോക്കണം, വാടക കൊടുക്കണം, എല്ലാ കാര്യങ്ങളും നോക്കണം. ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. അപ്പൊ അങ്ങനെ ഈ പ്രൊഫസർ പുള്ളിക്കാരൻ കുറെ ടെസ്റ്റൊക്കെ പുള്ളിക്കാരൻ്റെ തടസ്സത്തിൽ ജയിച്ചു കഴിഞ്ഞ് എല്ലാം റിപ്പോർട്ട് വാങ്ങിക്കുക. അപ്പോൾ ഒരു 6,000-7,000 രൂപയുടെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്ത് ആ റിപ്പോർട്ടെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, എൻ്റെ വൈഫിനെ അടുത്തിരുന്നോണ്ടാ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു, ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഇതാണ്, അത് ഞാൻ ചെയ്യാം. അത് നിങ്ങൾ AMC പോയി കഴിഞ്ഞാലും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാലും ഇതേ ഉള്ളൂ, ഇതിന്റെ ട്രീറ്റ്മെന്റ് മറ്റു ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. അതുകൊണ്ട് വേണ്ടി ട്രീറ്റ്മെന്റ് വേണ്ടി വേറൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ രക്ഷപ്പെടും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയിലാണ്. അപ്പം ഇത് 98 പുള്ളിക്കാരൻ പറയുന്നത്. 98 ഒരു മെയ് ജൂൺ സമയമായി രക്ഷപ്പെടും എന്നുള്ള ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പൊ അന്ന് എൻ്റെ മൂന്നത്തെ മോള് 4 വയസ്സ് അവൾക്ക് പ്രായമുള്ളൂ. കൊച്ചവള് 6 മാസം 7 മാസം 8 മാസം പ്രായമായിട്ട് 1 വയസ്സ് പോലും ആയിട്ടില്ല. ആ സിറ്റുവേഷനാണ് ഡോക്ടർ ഇങ്ങനെ പറയുന്നു, എങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ അവസാനം പുള്ളി പറഞ്ഞു, ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അതിന് 6,000 രൂപ അതിന്റെ വിലയാണ്, ഒരു 5 ഇഞ്ചക്ഷൻ എടുക്കണം, 30,000 രൂപ. അപ്പം അതിന് ഞങ്ങളുടെ പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഏതായാലും രക്ഷപ്പെടുന്നുള്ള ഒരു ഗ്യാരണ്ടി ഒന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഇല്ലാത്ത പൈസ മുടക്കി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, ആ ഇഞ്ചക്ഷൻ നമുക്ക് വേണ്ട, വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെന്റ് അവിടെ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ പോയിന്ന് കണ്ടു. അപ്പം അദ്ദേഹം ചോദിച്ചു, ഇഞ്ചക്ഷന്റെ കാര്യം എടുക്കുന്നോ, എന്താ തീരുമാനിച്ചെന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് വരുത്തിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. മാർക്കറ്റിൽ അതൊന്നും അവൈലബിൾ അല്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, സാറേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് പറ്റത്തില്ല, അതുകൊണ്ട് ബാക്കി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. അപ്പം ലാസ്റ്റ് ഈ പ്രൊഫസറെ വിസിറ്റ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇവനെ ഒരു 3 മാസത്തിൽ കൂടുതലും ജീവിച്ചിരിക്കത്തില്ല. എൻ്റെ 98 ഒരു മധ്യ സമയത്താണ് പറയുന്നത്. അപ്പൊ അങ്ങനെ 3 മാസത്തെ ടൈമും പുള്ളി വന്നു. ദൈവകൃപയാല് ആ ഡോക്ടർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഞാനും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഹോപ്പ്ലെസ് കണ്ടീഷനിലായി. നമുക്ക് പിന്നെ മരണത്തിന്റെ ദിവസങ്ങൾ എണ്ണുക എന്നുള്ളത് മറ്റു യാതൊന്നുമില്ലല്ലോ. കാരണം ഈ ലോകത്ത് ഒരു ഡോക്ടർ രോഗിയെ രക്ഷപ്പെടുത്തിയില്ലേ പിന്നെ രക്ഷപ്പെടുത്താനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ജോലിയെല്ലാം വിട്ടു, റൂമില് കുഞ്ഞുങ്ങളെ വളർത്തി ഇങ്ങനെ റൂമിലിരിക്കുക. അപ്പം 3 മാസത്തെ സമയം ഡോക്ടർ തന്നിരിക്കുക. അങ്ങനെ 3 മാസത്തെ സമയം ഡോക്ടർ തന്നു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാനില്ല. അപ്പോഴും ഞങ്ങള് എൻ്റെ കുടുംബത്തിലോ ഭാര്യയുടെ കുടുംബത്തിലോ ഞങ്ങൾ ആരെയും റിലേറ്റീവ്സിനും ഒന്നും അറിയിച്ചിട്ടില്ല. എന്തിനാ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നു വിചാരിച്ചു. മരിക്കാവുന്ന പിന്നെ മരിച്ചു കഴിഞ്ഞ് അറിഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ മരണത്തിന്റെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ 98 ഡിസംബർ 31. അപ്പം അന്ന് ഞങ്ങള് ഫാമിലി ആയതുകൊണ്ട് ഞങ്ങൾ വെളിയിലാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അങ്ങനെ ഇവരുടെ ഫെലോ വർക്കേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ പലപ്പോഴും വീട് വിസിറ്റ് ചെയ്യാൻ വരും, ചായ കുടിക്കും, ഇങ്ങനെ പോകും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഈ 31 ഡിസംബർ 98 ഡിസംബറിൽ 2 സഹോദരിമാര് വീട്ടിൽ വന്നു.
അന്നും വന്നു അവരുമായിട്ട് ഞങ്ങൾ ഇരുന്നു, ചായ കുടിച്ചു. എന്നിട്ട് ഒരു സന്ധ്യാസമയത്ത് അവര് വീട്ടിൽ വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, അപ്പൊ അന്ന് എൻ്റെ ഭാര്യ നേരത്തെ മുതലേ അവിടെ സ്റ്റാഫായി ജോലി ചെയ്യുന്ന സമയം മുതൽ ഇവിടെ IPCയുടെ ഒരു ഫെയ്ത്ത് ഹോം ഉണ്ട്. അത് മലയാളീസ് ആയിരുന്നു അവിടെ കൂടുന്നത്. ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫും വേറെ ഈ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന കുറച്ച് മലയാളീസ് അവരെല്ലാം കൂടെ തുടങ്ങിയത്. IPC നോർത്തേൺ റീജിയന്റെ ഒരു ചർച്ചാണ്, നമ്മുടെ KT തോമാച്ചാണ്. അപ്പൊ അങ്ങനെ ഈ പുള്ളി വൈഫ് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇവര് എല്ലാവരും കൂടെ അവിടെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമായിരുന്നു. ഞായറാഴ്ചയൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമായിരുന്നു. ഒരു ദിവസം ഈ 98 ഡിസംബർ 31 98 ഡിസംബറിൽ ഈ സഹോദരിമാർ എൻ്റെ അടുത്ത് വന്നിട്ട് ചായ കുടിച്ചോണ്ട് തന്നെ പറഞ്ഞു, നമുക്കൊരു വഴി വരെ പോകാമെന്ന്. ഞാൻ പറഞ്ഞു, എവിടെ പോകാനാ? ഞാന് ഇപ്പം ഫൈനലായിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുക, ഇനിയിപ്പോ എവിടെ പോകാനാ, എനിക്ക് ഇന്ന് പോകണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി ഇവർ രണ്ടുപേരും എന്നെ നിർബന്ധിച്ചു, ഇല്ല ഇന്ന് ഞങ്ങളിവിടെ വരണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എവിടാ പോകുന്നത്? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവാ, ഞങ്ങളോട് വരാൻ. അപ്പം ഈ 31 ഡിസംബറിൽ രാത്രിയിലൊക്കെ ഇങ്ങനെ അന്ന് ഈ TV-യിലൊക്കെ ഈ ഫിലിം സ്റ്റാറൊക്കെ ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്ന അവരുടെ ഡാൻസും പാട്ടും കാര്യങ്ങളും സെലിബ്രേഷനും ഒക്കെ ഞാൻ TV-ക്കകത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉടനെ ഈ TV-യിലെ ഈ ഫിലിം സ്റ്റാറിന്റെ അവരുടെ ആ സെലിബ്രേഷൻ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലോട്ട് വന്നു. അപ്പൊ ഉടനെ എനിക്ക് മനസ്സിൽ തോന്നിയത്, ഇവളുമാരൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരൊന്നും അല്ലല്ലോ, ഇവരുടെ പോക്കൊന്നും ശരിയല്ലോ എന്ന് എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ഓർമ്മ വന്നു. കാരണം എനിക്ക് അന്നും ഈ കൂടുതൽ സിനിമ കാണുന്നതും പിന്നെ ഈ മദ്യപാനികളുടെ കമ്പനി കൂടുന്നതും ഒന്നും എനിക്കിഷ്ടമല്ല. ചെറുപ്പം മുതലേ ഒരു ആധ്യാത്മിക വ്യക്തിയായിട്ടാണ് അമ്മ എന്നെ വളർത്തിയത്. ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ വളർന്നു വന്നതും. അപ്പം ഞാൻ തന്നെ അന്ന് ഞാൻ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ റൂമിൽ അന്ന് ഞങ്ങൾക്ക് 2 ബെഡ്റൂമും ഒരു കിച്ചണും ഒരു ബാത്റൂമും എൻ്റെ ഫ്ലാറ്റായിരുന്നു. അപ്പോൾ ഒരു ബെഡ്റൂമിൽ എനിക്ക് എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ശബരിമല അയ്യപ്പൻ്റെ ഫോട്ടോ വരെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് റൂമിൽ വെച്ച് എല്ലാ ദൈവങ്ങളുടെയും ഫോട്ടോ വെച്ച്. ഇവിടെ ഈ ഡിസംബർ ജനുവരി ആകുമ്പോൾ ഭയങ്കര തണുപ്പാണ്. അപ്പം ആ തണുപ്പ് സമയത്ത് ഞാൻ രാവിലെ കുളിച്ച് തിരികെ കത്തിച്ച് പൂജ ചെയ്യാതെ ഞാൻ ചായ കുടിക്കത്തില്ല. അപ്പം അന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ട് പോന്നു, അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പം അത് മരിക്കുന്നവർ നമ്മൾ ചെയ്യണമല്ലോ, കാരണം അവർ നമ്മുടെ ദൈവങ്ങളല്ലേ, അവരെ ആദരിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ വന്ന് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നു പോകാൻ, നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകണം. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചീത്ത വിളിക്കുമെന്നറിയാം, പോകത്തുമില്ല. അതുകൊണ്ട് ഭാര്യ ഇവരെ നേരത്തെ ചട്ടം കെട്ടി അയച്ചതാണ്. അപ്പോൾ ഭാര്യ അന്നേരം അടുക്കള ചായ ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ ചായ കൊണ്ടുവന്ന് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞു, നിങ്ങൾ പോവും, ഞാൻ വരുന്നില്ല, പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. കുഞ്ഞുങ്ങൾ രണ്ടും ചോദിച്ചു, ഞാൻ അവരെ നോക്കിക്കൊള്ളാം, ഞങ്ങളുടെ ഇവിടെ നോക്കിക്കൊള്ളാം, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അതല്ല, നമുക്കിന്ന് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ നമ്മൾ എല്ലാവർക്കും കൂടെ പോകണം, അതിനാണ് ഞങ്ങൾ തയ്യാറായി വന്നതാണെന്ന്. അവിടുന്ന് പിന്നെ ഇവരെന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. പിന്നെ ഭാര്യയും വന്ന് ഇവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചു. പിന്നെ അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഓർമ്മ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഇത്ര ഹരിചന്ദ്രനായിട്ട് ജീവിച്ചിട്ടും എനിക്ക് കിട്ടിയത് ഇതാണല്ലോ. എൻ്റെ എൻ്റെ ആയുസിന്റെ മധ്യ വയസ്സില് ഇതുപോലെ ഇസ്ക്യാവ് പറഞ്ഞ പോലെ മരിക്കാൻ പോവാ. അപ്പൊ എനിക്കിതാണല്ലോ കിട്ടിയത്. അത് ഇതുപോലെ മരണകരമായ രോഗമാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഇതുകൊണ്ട് ഒന്നും എന്താ പ്രയോജനമൊന്നും ഇല്ല. എനിക്കിങ്ങനെ മനസ്സിലെ ഓരോ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. അതിനുശേഷം ഞാൻ വിചാരിച്ചു, ഏതായാലും മരിക്കാൻ പോവാ, നമ്മളിങ്ങനെ കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല, ഇങ്ങനെ TV-യിൽ കണ്ടിട്ടുള്ളാലും നമ്മൾ ഇതിനകത്തൊന്നും ഇടപെട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഈ ന്യൂ ഇയർ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ ആയിരിക്കും, അവിടെ നല്ല സെലിബ്രേഷൻ കാണും, നല്ല ആഹാരമൊക്കെ കാണുമായിരിക്കും. ഏതായാലും മരിക്കുന്ന പോകുന്ന അടിച്ച് പൊളിച്ചിട്ട് നമുക്കും മരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇവരോട്, ശരി നമുക്ക് പോയേക്കാവുന്നു. അങ്ങനെ ഇവരെല്ലാം വലിയ ഹാപ്പിയായി. പെട്ടെന്ന് കുഞ്ഞുങ്ങളെയൊക്കെ തയ്യാറാക്കി, വൈഫും തയ്യാറായി, ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി. അന്ന് ഇവിടെ
ഈ സൈക്കിൾ റിക്ഷായേ ഉള്ളൂ നമുക്ക് യാത്ര ചെയ്യാനുള്ള സാധനം എന്ന് പറയുന്നത്. അങ്ങനെ 2 സൈക്കിൾ റിക്ഷ പിടിച്ച്, അത് ഒരു സൈക്കിൾ റിക്ഷയില് 3 പേർക്ക് കഷ്ടിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. 2 പേർക്കേ ഇരിക്കത്തുള്ളൂ. അങ്ങനെ 2-3 സൈക്കിൾ റിക്ഷയൊക്കെ പിടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പോയി. അന്ന് ഇവരെന്നെ കൂട്ടിക്കൊണ്ട് പോയി IPCയുടെ ഫെയ്ത്ത് ഹോമിലോട്ടാണ്. അപ്പം അന്ന് ഇവരെങ്ങനെ എന്നെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും ന്യൂ ഇയർ സെലിബ്രേഷൻ ആണല്ലോ, പോയേക്കാണെന്നുള്ള കണക്കൂട്ടി ഞാനങ്ങ് പോവാ. അപ്പൊ ഇവരെന്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന IPCയുടെ ഫെയ്ത്ത് ഹോമിൽ ചെന്നു. അവിടെ ചെന്ന് ഞങ്ങൾ രാത്രി ഒരു 9 മണിയായപ്പോഴാണ് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുക. 9 മണിക്ക് ആരാധന സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞാണ്ടാണ് ഞങ്ങൾ ചെന്നത്. അപ്പം അവിടെ വന്നൊരു മലയാളി പാസ്റ്ററായിരുന്നു. ഇങ്ങനെ മലയാളി പാട്ടൊക്കെ പാടുന്ന പുള്ളിക്കാരൻ ചാടുകയും തുള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ കൈയടിക്കുന്നുണ്ട്. അങ്ങനെ എന്നെ ഈ ഹോളിനകത്ത് കയറ്റിയിട്ട് ഇവർ 3 കൂടെ ഫ്രണ്ടിൽ പോയി കുഞ്ഞുങ്ങളെ കൊണ്ട് അവരവരുടെ സ്ഥാനത്തിരുന്നു. അവർ തലയൊക്കെ മൂടിയിട്ട് അവിടെ കയറിയിരുന്നു. ഞാൻ പുറകിൽ ഒരു കസേര അവിടെ കൊണ്ട്, ആ കസേര ഞാനും ഇരുന്നു. അപ്പം ഞാനിതിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിയ ദേഷ്യവും കോപവും ഒക്കെ ഇങ്ങനെ ജ്വലിച്ചു വരുന്നുണ്ട്. കാരണം ഇവരോടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവർ പോയി ഫ്രണ്ടിൽ എങ്ങനെ തലയും മൂടി ഇരിക്കുക. എന്നിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പുറകിലും. ആരെയും എനിക്ക് പരിചയമില്ല, എവിടാ വന്നിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. ഈ പെന്തിക്കോസ് ആരാധന ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. നാട്ടിലുള്ളപ്പോൾ ഞാൻ TPMന്റെ സഹോദരിമാർ ഇങ്ങനെ വെള്ള ഡ്രസ്സ് ധരിച്ച് ഇനി ടമ്പർ അടിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അവരെയൊക്കെ കളിയാക്കിയിട്ടുള്ള ആ ഒരു ഇത് നമുക്ക് അനുഭവമുള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള സഭയിലൊന്നും കടന്നു പോയിട്ടില്ല. ഈ പെന്തിക്കോസ് ആരാധന എന്താണെന്നുള്ള അറിയത്തൊന്നും. ഏതായാലും അങ്ങനെ ചെന്നു. അവിടെ പിന്നെ എനിക്ക് ഒരു 2-3 മണിക്കൂർ എനിക്ക് അവിടെ ഇരിക്കേണ്ടതായിട്ട് വന്നു. കാരണം രാത്രിയായിപ്പോയി. വീടിൻ്റെ ചാവി എൻ്റെ കയ്യിലില്ല, അത് വൈഫിൻ്റെ കയ്യില്ല. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും വയ്യ, അവിടെ ഇരിക്കാനും വയ്യാത്തൊരു സിറ്റുവേഷൻ. ഞാൻ ഒരു 3 മണിക്കൂർ അവിടെ ഇരുന്നു. അപ്പം അതിനിടയ്ക്ക് പിന്നെ ഇവരെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, പുസ്തകം തുറന്നാണ്ടൊക്കെ വായിക്കുന്നു. അതിനുശേഷം പിന്നെ 12 മണി ആയപ്പോഴത്തേക്ക് പാസ്റ്റർ പിന്നെ ആൾക്കാരൊക്കെ ഒരു സാക്ഷ്യം പറയുന്നു. അത് കഴിഞ്ഞ് 12 മണി ആകാൻ 1 മിനിറ്റ് മുമ്പായപ്പോഴത്തേക്കിന് സാക്ഷ്യങ്ങളെല്ലാം നിർത്തിയിട്ട് ആൾക്കാരെല്ലാം ഭയങ്കര കെട്ടിപ്പിടുത്തവും കൈകൊടുപ്പും പിന്നെ ഭയങ്കര ഹാപ്പി ന്യൂ ഇയർ ആവട്ടെ, ഭയങ്കര ഇത്. അങ്ങനെ ഈ പാസ്റ്റർ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പം എന്നെ നോക്കി, പുതിയ വ്യക്തിയാണല്ലോ. അപ്പൊ എന്നോട് ചോദിച്ചു, ബ്രദറിന്റെ പേരെന്തോ? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് സുരേന്ദ്രൻ. എൻ്റെ പേര് കേട്ടപ്പോഴേ പാസ്റ്റർക്ക് ഒരു ചങ്കടിപ്പുണ്ടായി. അപ്പം ഉടനെ അടുത്തിരുന്ന ആരെന്ന് പറഞ്ഞു, നിർമ്മല സിസ്റ്ററിന്റെ ഹസ്ബൻഡാണ്. അപ്പം പാസ്റ്റർക്ക് വളരെ കൂളായി. അതിനുശേഷം പിന്നെ പാസ്റ്റർ നമ്മുടെ ആരാധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, ഇത് കഴിയുമ്പോൾ പിന്നെ നമുക്കിവിടെ ആഹാരമൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉടനെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ന്യൂ ഇയറിന്റെ അവരുടെ ഈ ഗെറ്റ് ടുഗദറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പം അവിടെ എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ആഹാരങ്ങളൊക്കെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടായിക്കൊള്ളു. അത് കഴിഞ്ഞ് അവരെല്ലാം കൂടെ വട്ടത്തിലിരുന്ന് ഇതെല്ലാം കൂടി ഈ ആഹാരപ്പൊതിയെല്ലാം അഴിച്ചിട്ട് കഴിഞ്ഞിട്ട് എനിക്കിവിടെ വീട്ടിലെ ആഹാരം കഴിക്കാൻ മേടിക്കുക. അന്നേരം രാത്രി 12 മണിക്ക് നമ്മൾ ആഹാരം കഴിക്കാം. ഇതോടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ചോദിച്ചു, ഞാൻ എന്നെ കൂട്ടിക്കൊണ്ട് വന്നൊരു സഹോദരിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, വീടിന്റെ ചാവി ഇനി വാങ്ങിച്ചു തരാൻ പറഞ്ഞു. എനിക്ക് പോകണം, എനിക്ക് ഇരിക്കാൻ വയ്യ, കിടക്കണം, ഞാൻ വളരെ ക്ഷീണിതനായിരിക്കുക, എനിക്ക് കിടന്ന് ഉറങ്ങണമെന്നു. അപ്പൊ പുള്ളിക്കാരി ചെന്ന് കഴിഞ്ഞ് പുള്ളിക്കാരി വൈഫിന്റെ അടുത്ത് പോരും, നേരെ വാസ്റ്റ് എടുത്ത് എന്ന് പറഞ്ഞു. അതുപോലെ പുള്ളിക്കാരൻ പോകാന് ചാവി ചോദിക്കുക. പാസ്റ്റർ ഇടണ്ട, രാത്രി 1 മണിയായില്ലേ. ഉടനെ പാസ്റ്റർ വന്നിട്ട് അവിടെ ഒരു ഗസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞ ഒരു ഹോളും 2 ബെഡ്റൂമും ഒരു കിച്ചണും ബാത്റൂം ഇത്രയേ ഉള്ളൂ. അപ്പം അന്ന് ഫ്ലാറ്റിന് 1000 രൂപ വാടക കൊടുക്കുന്നുണ്ട്. അങ്ങനെ വാടക കൊടുത്ത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ 5 വർഷം കഴിയുമ്പോൾ ഓരോ പാർഷന്മാരോട് മാറി വരും. ഇങ്ങനെ ആയിരുന്നു അവിടെ സിസ്റ്റം. അപ്പം ആ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ കിടക്കുന്ന റൂമുണ്ട്. പാർഷ ഓടി വന്നിട്ട് എന്നെ വിളിച്ച് ആ ഗസ്റ്റ് റൂമിലോട്ട് കയറ്റിയിട്ട് അന്ന് നല്ല തണുപ്പ്, December 31 അല്ലേ, നല്ല തണുപ്പിന്റെ സമയമാണ്. എന്നെ ബ്രദറിന് ഉറങ്ങിയാൽ പോരായി, രാത്രി ഇനി ഇവിടുന്ന് പോകുന്നൊന്നും ശരിയല്ലെന്ന് പറഞ്ഞിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കോ. എന്നെ കയറ്റി കിടത്തി പാർഷ തന്നെ കമ്പിളിയൊക്കെ എൻ്റെ മേളിലിട്ട് എന്നോട് പറഞ്ഞു സുഖമായിട്ട് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരാരും ഉറങ്ങിയൊന്നുമില്ല.
അന്ന് ഈ സുരേഷ് ബാബു നല്ല കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ ഇവര് പിന്നെ എന്നോട് പറഞ്ഞ് എന്നാ നമുക്ക് വീഡിയോ കാസറ്റ് കാണണമെങ്കിൽ കാണാം, സുരേഷ് ബാബുവിന്റെ വീഡിയോ കാസറ്റ്. സുരേഷ് ബാബു ആരാന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഇവരെല്ലാം കൂടെ അവിടെ നിന്ന് സുരേഷ് ബാബുവിന്റെ വീഡിയോ കാസറ്റ് കണ്ടു കഴിഞ്ഞിട്ട് രാവിലെ അവരാരും ഉറങ്ങിയൊന്നുമില്ല. പക്ഷെ ഞാൻ സുഖമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഒരു 6 മണിയായപ്പോൾ എല്ലാവരും എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് അപ്പോൾ അന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട സഹോദരിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും കട്ടൻ കാപ്പിയൊക്കെ ഇട്ടു. എനിക്കൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. ഞങ്ങൾ അങ്ങനെ ഈ പെയ്ത്ത് ഹോമിൽ നിന്ന് ഇറങ്ങി. അന്ന് എൻ്റെ വൈഫിനും ഡ്യൂട്ടിക്ക് പോകാറുണ്ട് രാവിലെ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോവാ, കുഞ്ഞുങ്ങളെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പുള്ളിക്കാർ ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ 31 ഡിസംബർ 98 അന്നാണ് ബെന്തിക്കോസ് സഭയിൽ ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ പോകുന്നത്. അങ്ങനെ ഈ 2 സഹോദരിമാർ എന്നെ കളിപ്പിച്ച് കൂട്ടിക്കൊണ്ട് പോയതാണ്. അപ്പൊ അങ്ങനെ അതിനുശേഷം ഇങ്ങനെ തിങ്കളാഴ്ചയായി, ചൊവ്വാഴ്ചയായി, ബുധനാഴ്ച ആയപ്പം ഈ പാസ്റ്ററും വൈഫും കൂടെ ഞങ്ങളുടെ റൂമിൽ വന്നു. അവര് റൂമിൽ വന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചായ കുടിച്ചു. ഇങ്ങനെ അതിനുശേഷം പാസ്റ്റർ യേശുവിന്റെ കാര്യമൊന്നും പറയുന്നില്ല. പക്ഷെ പാസ്റ്റർ പറഞ്ഞു, എന്നോട് ചോദ്യം ചോദിച്ചു, നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ട്, പക്ഷെ ഡോക്ടർമാർ കൈവിടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഡോക്ടർമാർ കൈവടിഞ്ഞാൽ പിന്നെ രക്ഷിക്കാൻ ദൈവങ്ങളേ ഉള്ളൂ. അപ്പം പുള്ളിക്കാരൻ എൻ്റെ റൂമിലെല്ലാം നോക്കി, ദൈവങ്ങൾക്ക് കുറവൊന്നുമില്ല, എല്ലാ ദൈവങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞു, പിന്നെ രക്ഷിക്കാൻ ദൈവങ്ങളേ ഉള്ളൂ, അവർ രക്ഷിച്ചാൽ രക്ഷിക്കും. അതല്ല, നമ്മൾ മരിക്കണം എന്നുള്ള അവരുടെ ഇഷ്ടമാണെങ്കിൽ മരിക്കും. അപ്പം പാസ്റ്റർ പറഞ്ഞു, നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ ബ്രദറിന് അറിയാവുന്ന. ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ദൈവങ്ങളെയൊക്കെ പാസ്റ്റർ കാണുന്നില്ല, ഇവിടെ ദൈവത്തിന് കുറവുള്ളത്. ഞാൻ ഈ ദൈവങ്ങളുടെ കാര്യമല്ല പറയുന്നത്, ബ്രദറിനെ രക്ഷിക്കാൻ, ബ്രദറിന് സൗഖ്യം തരാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ അറിയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതേത് ദൈവമാണ്? അപ്പം അപ്പോഴും യേശു ക്രിസ്തുവിന്റെ കാര്യം പറയുന്നില്ല, ഈ ദൈവത്തിന്റെ കാര്യമേ പറയുന്നുള്ളൂ. അപ്പം എന്നെ റൂമിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഒരു നല്ല ദൈവവിശ്വാസിയാണെന്ന് വരുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം. അങ്ങനെ അതിനുശേഷം ചായ കുടിയെല്ലാം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ പോകാൻ നേരം പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പം അന്ന് ഞാനിങ്ങനെ റൂമിലിരിക്കുമ്പോൾ ഞാൻ ജോലി ചെയ്ത ഓഫീസിൽ എന്ന സ്റ്റാഫൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും വരും. അവർ ഈ ഗ്ലൂക്കോസോ എന്തെങ്കിലും കാര്യങ്ങളോ ബ്രെഡോ ബിസ്ക്കറ്റോ ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് തരും. ക്ഷേമാന്വേഷണം കഴിഞ്ഞ് അവർ പോവും, അത്രേ ഉള്ളൂ. എല്ലാം ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ, 1-2 മലയാളീസ് ഉണ്ടായിരുന്നു, അവരൊക്കെ വരും, പോവും. എന്നാൽ ഈ പാസ്റ്റർ ഭാര്യയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം ഇവര് വലിയൊരു, ഞാൻ അവരുടെ ഏതാണ്ട് വലിയ ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ എൻ്റെ രോഗം അവർക്ക് എന്തോ വലിയൊരു ബർഡൻ പോലെ, ഒരു ഭാരം പോലെ അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെ അവർ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇവർ എന്നെ പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ ഈ ലോകത്തിൽ ഇന്ന് വരെ ഒരുത്തരുടെ ശബ്ദം ഞാൻ ഇങ്ങനെ കേട്ടിട്ടില്ല. അപ്പൊ ഇവര് ഇങ്ങനെ എനിക്ക് വേണ്ടി ഇത്ര ബർഡനെടുത്ത് പ്രാർത്ഥിക്കാനുള്ള കാര്യം എന്തോ? അപ്പൊ ഇവരുടെ പ്രാർത്ഥിച്ച് ഓരോ ശബ്ദങ്ങളും ഞാനിങ്ങനെ ശ്രവിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ അതേപ്പറ്റി ഞാൻ ചിന്തിച്ച് എന്നാൽ ഇവർ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഷെയ്ക്കാൻ്റെ തന്നിട്ട് ഇവരങ്ങ് പോവുകയും ചെയ്തു. പോയി കഴിഞ്ഞ് ഇവര് പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളെ പറ്റി, ഓരോ സെന്റൻസിനെ പറ്റി ഞാനിങ്ങനെ ഒന്ന് റീമൈൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇവർക്ക് എന്നെ പറ്റി അപ്പൊ നമ്മുടെ കുടുംബക്കാരോട് പോലും ഞങ്ങൾ അറിയിച്ചിട്ടില്ല, ആരുമില്ല, ആരെയും ബുദ്ധിമുട്ടിക്കാതെ മരിക്കുക ജീവിക്കുക എന്നൊക്കെയുള്ള ഒരു പോളിസിയായിരുന്നു എൻ്റെ. അപ്പൊ എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ കുടുംബത്തൊന്നും ആരെയും അറിയിക്കണ്ട, നമ്മുടെ ജീവിതം ഇങ്ങനെ പരാജയമായിട്ടിരുന്നോട്ട് തന്നെ ഇരുന്നോട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വേണ്ടി എന്നെ ആരോ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി ഇവർ ഇത്രയും
പെടാനായിട്ട് പ്രാർത്ഥിക്കാണ്. ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ഞാൻ തന്നെ എന്നോട് ചോദിച്ചിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇങ്ങനെ ഞാൻ ആലോചിച്ച് ഏതായാലും അങ്ങനെ വ്യാഴാഴ്ചയായി, വെള്ളിയാഴ്ചയായി. ഇപ്പൊ പോകാൻ നേരം പാഷ് പറഞ്ഞു ഞായറാഴ്ച അവിടെ 9 മണി മുതൽ 12 മണി വരെ ആരാധനയുണ്ട്. ബ്രദർ ഇവിടെ ചുമ്മാ ഇരിക്കല്ലേ, വാ നമുക്ക് നല്ലൊരു കൂട്ടായ്മയാവുമല്ലോ, എല്ലാവരെയൊക്കെ ഒന്ന് കാണാം, സന്തോഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ തനിച്ച് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് റൂമിൽ ഇരിക്കുക. വൈഫ് ഡ്യൂട്ടിക്ക് പോവും. വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ആ പുള്ളിക്കാരിക്ക് 8 മണിക്കൂർ ഡ്യൂട്ടി ചെയ്താൽ മതി. ആ 8 മണിക്കൂർ ഞാൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കി ഇങ്ങനെ വീട്ടിൽ തനിച്ചിരിക്കുക. അപ്പം നമുക്കൊരു കൂട്ടായ്മയാന്നൊക്കെ പറഞ്ഞിട്ടാ പിന്നെ പുള്ളി പോയത്. അപ്പൊ പുള്ളിക്ക് പാഷ് ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയി കഴിഞ്ഞ മുതല് ഞാൻ ഇങ്ങനെ ഈ കാര്യങ്ങളെ, അവർ പ്രാർത്ഥിച്ച വിഷയങ്ങളെ പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് എനിക്ക് വലിയ ഈ അവരെ പ്രാർത്ഥിച്ച വിഷയങ്ങളിലൂടെ വലിയ ഒരു ആശ്വാസം കണ്ടെത്തുന്ന ഒരു ചെറിയ അനുഭവമൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി. ഏതായാലും ശനിയാഴ്ച വൈകിട്ടായപ്പം ഞാൻ തന്നെ വൈഫിനോട് പറഞ്ഞു, നാളെ അവിടെ പ്രാർത്ഥനയ്ക്ക് ചെല്ലണമെന്ന് പാഷ പറഞ്ഞിട്ടാ പോയെന്ന്. അപ്പൊ എന്നോട് വൈഫ് പറഞ്ഞു, എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിയാ, ഒരു കാര്യം ചെയ്യും, രാവിലെ ഞാൻ കുഞ്ഞുങ്ങളെ ഒരുക്കി ഇട്ട് ഞാൻ പൊക്കോളാം, നിങ്ങൾ ഇവിടുന്ന് ഒരു റിക്ഷായും പിടിച്ച് നമുക്ക് പൊക്കോളാൻ പറഞ്ഞു. ആ ചർച്ചിൻ്റെ അവിടെ കൊണ്ട് വിടാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒരു പ്രാവശ്യം പോയല്ലോ, അഡ്രസ്സൊക്കെ പറഞ്ഞു തന്നു പോയി. അങ്ങനെ വൈഫ് കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കിയിട്ട് ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ സോമനസാലെ 1999 ജനുവരിയിലെ ഫസ്റ്റ് സൺഡേ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കൊണ്ട് ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് പോയി. വൈഫ് ഡ്യൂട്ടിക്കും പോയി. അങ്ങനെ ഞങ്ങൾ റിക്ഷ പിടിച്ചു പോയി. അവിടെ ചെന്ന് ഫെയ്ത്ത് ഹോമിൻ്റെ അവിടെ ചെന്ന് ഇറങ്ങി. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ കയറി ചെന്നു, അവിടെ ഇരുന്നു. അന്ന് 2-3 മണിക്കൂർ പ്രാർത്ഥനയും ആരാധനയും എല്ലാം കഴിഞ്ഞ് പിന്നെ ചായയും ബിസ്ക്കറ്റൊക്കെ കിട്ടി. അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ അപ്പോഴത്തേക്ക് PMCയിൽ അവിടെ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫൊക്കെ എല്ലാവരും മിക്കവാറും പേരൊക്കെ അവിടെ വന്നിട്ട്, ഡ്യൂട്ടി ഇല്ലാത്തവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഒരുപാട് ആശ്വസിപ്പിച്ചു, എന്നെയും കുഞ്ഞുങ്ങളെയൊക്കെ ആശ്വസിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചായയും ബിസ്ക്കറ്റും കഴിച്ചു. വലിയൊരു പുതിയ അനുഭവം അവിടെ ഉണ്ടായി. അങ്ങനെ അതിനുശേഷം പാർശ്വമായിട്ടൊക്കെ കുറച്ചുകൂടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുക, ഇടപെടുകയൊക്കെ ചെയ്തു. അപ്പം അപ്പോൾ തന്നെ ആ ദൈവികമായ ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു, ഞാൻ അറിയുന്നില്ലെങ്കിൽ. അങ്ങനെ പിന്നെ അന്നത്തെ ആരാധന കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റിക്ഷയൊക്കെ പിടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോഴത്തേക്ക് 1 മണിയാകുമ്പോഴത്തേക്ക് വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. പിന്നെ ഞങ്ങൾ അപ്പോൾ എന്നോട് ചോദിച്ചു ആരാധനയൊക്കെ ഉണ്ടോ. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, നന്നായിരുന്നു, നല്ലൊരു ഫെലോഷിപ്പ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ആഴ്ചയിൽ ഞാൻ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഈ പാസ്റ്ററും ഫാമിലിയായിട്ട് വരും, വീട്ടിൽ വരും, പ്രാർത്ഥിക്കും. പിന്നെ ഞങ്ങൾ വളരെ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പിൽ സംസാരിക്കാൻ തുടങ്ങി. അന്ന് രണ്ടാമത് പാസ്റ്റർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഒരു പഴയ മലയാളം ബൈബിളും കൊണ്ടാണ് വന്നത്. അതിൻ്റെ പേജൊക്കെ ഡിറ്റാച്ച് ആയതാ. അപ്പോൾ അന്നൊക്കെ ഒരു ബൈബിൾ കിട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമല്ലായിരുന്നു. അങ്ങനെ പാസ്റ്റർക്ക് ആദ്യം വിശ്വാസി വന്നപ്പോഴെങ്ങാണ്ട് ഉണ്ടായിരുന്ന ഒരു ബൈബിളാണ്. ഈ ബൈബിളും കൊണ്ടാണ് പാസ്റ്റർ വന്നത്. അതൊരു ഫുൾ ബൈബിളായിരുന്നു. അപ്പം ഈ ബൈബിൾ കൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ബ്രദർ ഈ ബൈബിൾ വായിക്കും, ഇത് വായിച്ച് ബ്രദർ സൗഖ്യമാകും. ഞാൻ പറഞ്ഞു നല്ല കാര്യം, വായിച്ച് ഈ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ സൗഖ്യമാവുന്നെങ്കിൽ മുങ്ങിച്ചാകുന്നവർക്ക് ഒരു ദുർമുഖം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആശ്വാസമല്ലേ, അതുപോലെ ഈ ബൈബിൾ എനിക്ക് അന്നേരം കിട്ടുന്നു. അപ്പം ഞാൻ ചെറുപ്പം മുതലേ ഈ അമ്പലത്തിൽ പോകും പൂജയൊക്കെ ചെയ്യുമെങ്കിലും ഞാൻ ഒരു സത്യാന്വേഷിയായിരുന്നു ചെറുപ്പം മുതലേ. ഈ പ്രകൃതിയൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, ആകാശത്തോട്ട് നോക്കിയിട്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടായി, ഇതൊക്കെ ഉണ്ടാക്കിയത് ആരാ എന്നൊക്കെ ഇങ്ങനെ ഞാൻ സ്വയമായിട്ട് ചിന്തിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സത്യാന്വേഷിയാണ് ഞാൻ ചെറുപ്പം മുതൽ. അപ്പോൾ അന്ന് ഈ ബൈബിളും പാഷ അന്ന് എൻ്റെ കൈ കൊണ്ട് തന്നിട്ട്, ഇത് വായിക്കുക, ഇത് വായിച്ച് അതിൻ്റെ രോഗം സൗഖ്യമാവെന്ന് പറഞ്ഞിട്ട് ഈ ബൈബിൾ തന്നിട്ട് പോയി. അന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ പാഷ ഫാമിലിയൊക്കെ കഴിഞ്ഞ് ചായ കുടി കഴിഞ്ഞ് ഇവരങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അന്ന് അപ്പോഴത്തേക്ക് എൻ്റെ വൈഫിന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു.
പുള്ളിക്കാരി ഒന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി. ഞാൻ ആദ്യമായിട്ട് ബൈബിൾ തുറന്നു. ഞാൻ വിചാരിച്ചു വായിക്കാം, ഇതിൻ്റെ അകത്ത് എന്തുവാ എഴുതിയിരിക്കുന്നത്. അപ്പുറത്ത് ക്രിസ്ത്യാനികളുടെ പുസ്തകം, ഇതൊന്നും നമുക്കുള്ളതല്ല എന്നുള്ളതൊക്കെയാണ് ചെറുപ്പത്തിൽ മനസ്സിലാക്കിയിരുന്നത്. തന്നെയല്ല, ഞങ്ങള് ജീവിച്ചിരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് റോമൻ കത്തലിക്സ്. ഞാൻ അവരെ തള്ളിപ്പറയുന്നതല്ല, എന്നാൽ ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനിറ്റിയെ കണ്ടത് ഇവരൊക്കെ ഈ നോയമ്പ് വിടലിനും ക്രിസ്മസിനും ഒക്കെ ഇങ്ങനെ മദ്യപിച്ചിട്ട് ഇവരൊക്കെ ഈ കൊല്ലും കൊലയും ചീത്തവിളിയും തമ്മലടി ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിറ്റിയെ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പം അതിലൊക്കെ വളരെ നന്നായിട്ട് നമ്മൾ ജീവിച്ചു പോരുന്നത് നമുക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ആ ഒരു ഭാഗത്തുള്ള ചിന്തയെ നമുക്കില്ലായിരുന്നു. അവരെയൊക്കെ എങ്ങനെ അവരിൽ നിന്ന് എത്ര അകന്ന് ജീവിക്കാം എന്നുള്ളതാണ് നമ്മുടെ പേരൻസ് ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്. കാരണം ആ രീതിയിലാണ് അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അങ്ങനെ ഒരു ഫോളോ ചെയ്യാൻ കൊള്ളാവുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ലിവിങ് അറ്റ്മോസ്ഫിയർ അങ്ങനെ ആയിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതായാലും ബൈബിള് ഇവിടം വരെ വന്നൊരു ഭാഷ എടുത്തൊന്ന് വായിക്കാൻ പറഞ്ഞിട്ട് വായിക്കാൻ വേണ്ടി ഞാൻ ആ ബൈബിള് തുറന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായം 1-ാം വാക്യം ഞാൻ വായിച്ചു. അപ്പം ആ 1-ാം വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു സ്ഫോടനം ഉണ്ടായി. ആ സ്ഫോടനം ഇതായിരുന്നു: ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ സത്യാന്വേഷണത്തിന്റെ എൻ്റെ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് കിട്ടിയതായിട്ട്. അപ്പം അങ്ങനെ ആ ആദ്യത്തെ വചനം വായിച്ചു ബൈബിളിന്റെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പം ആ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മുന്നോട്ട് വായിക്കാൻ പറ്റിയില്ല. അപ്പം സൃഷ്ടാവായ ഒരു ദൈവം ഉണ്ടെന്ന് ആ വചനം വായിച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി. ആ സൃഷ്ടാവായ ദൈവത്തിന്റെ വചനമാണ് ബൈബിളെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മുമ്പോട്ട് വായിക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ ആ ഒരു വചനമേ വായിച്ചു. ആ ഒറ്റ വചനം വായിച്ചിട്ട് ഞാൻ ബൈബിൾ താഴെ വെച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ശരീരമെല്ലാം കോരിത്തരിക്കുന്നുണ്ട്. എനിക്ക് തോന്നി എൻ്റെ ശരീരത്തിന് വലിയ ഒരു ചൂട് അനുഭവപ്പെട്ടു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ രോമമെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ഞാൻ തനിച്ചേ ഉള്ളൂ, രാത്രിയിലാണ്. അപ്പൊ ഈ വചനത്തെ പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, ഈ സൃഷ്ടാവായ ദൈവത്തിനെയാണല്ലോ ഞാൻ ചെറുപ്പം മുതലേ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതെനിക്ക് ലഭിച്ചു എന്നുള്ളൊരു വലിയൊരു ആശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായി. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് എനിക്ക് വായിക്കാൻ പറ്റി. അതിനുശേഷം ഉൽപ്പത്തി പുസ്തകം ഞാൻ വായിക്കാൻ തുടങ്ങി. സൃഷ്ടിയുടെ ഓരോ സൃഷ്ടിയെ പറ്റിയും വായിക്കും തോറും എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രകാശം എന്നിലേക്ക് കടന്നു വരുന്നതിന് എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് തന്നെ ഈ സത്യം ദൈവത്തോട് ഞാൻ സംസാരിക്കുക, ദൈവം എന്നോട് സംസാരിക്കുകയാണെന്നുള്ള രീതിയിൽ ആണ് ഞാനിന്ന് ബൈബിൾ വായിക്കുന്നത്. അങ്ങനെ ഞാൻ തുടർച്ചയായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. പിന്നെ ഉൽപ്പത്തി പുസ്തകം കംപ്ലീറ്റ് വായിച്ചു. അതിൻ്റെ അവസാനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അത്ര രസവും തോന്നിയില്ലെങ്കിലും ആദ്യത്തെ വചനം എന്നെ ഇങ്ങനെ സൃഷ്ടിയുടെ ആദ്യത്തെ ഒരു 1 മുതൽ അതിൻ്റെ 7-ാം അധ്യായം 7 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് ആ 1-ാം അധ്യായം 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ.
അപ്പൊ അതിൽ കംപ്ലീറ്റ് സൃഷ്ടി വരുന്നല്ല, അത് മനുഷ്യന്റെ സൃഷ്ടിയല്ലോ. പിന്നെ ഈ പുറപ്പാട് ലേവ്യൂസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയില്ല. എന്നാലും ഞാൻ ബൈബിൾ കണ്ടിട്ട് വായിക്കാൻ ഒരു വർഷം കൊണ്ട് ഞാൻ ഒരു റൗണ്ട് ബൈബിൾ വായിച്ചു തീർന്നു. വെളിപ്പാട് പുസ്തകമൊന്നും വായിച്ചിട്ടൊന്നും മനസ്സിലായൊന്നുമില്ല, എങ്കിലും ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പിന്നെ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ ഈ യേശുക്രിസ്തുവിന്റെ എത്തിക്കൽ ടീച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ എനിക്ക് വളരെ എന്നെ ടച്ച് ചെയ്തു. നല്ല ഇതാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഈ രോഗസൗഖ്യവും കാര്യങ്ങളും ഇങ്ങനെ ഈ ബൈബിൾ ഞാൻ തുടർച്ചയായിട്ട് വായിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഒരു ദിവസം എൻ്റെ വൈഫ് നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. അന്ന് കുഞ്ഞുങ്ങളുടെ രാത്രിയിൽ ഒരു 12 മണി 1 മണി വരെ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഇങ്ങനെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഒരു റൂമിൽ കിടന്ന് ഉറങ്ങി. വൈഫ് നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ അന്ന് രാത്രി ഒരു 12 മണി 1 മണി വരെ ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നത്. ഈ ബൈബിൾ ഞാൻ നെഞ്ചത്തോട്ട് പോയിട്ട് ഞാൻ തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി, അറിയാതെ ഉറങ്ങിപ്പോയി. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് കിടന്നുറങ്ങി. അപ്പൊ ഞാൻ ഒരു റൂമിലും കുഞ്ഞുങ്ങൾ മറ്റേ റൂമിലും ഇങ്ങനെ അവിടെ കിടന്നുറങ്ങും. ഞാൻ അവിടെ കിടന്ന് ഒരു 1 മണി 1:30 ആയി കാണും. നല്ല ഡീപ്പ് ഉറക്കമായിരുന്നു. പുസ്തകം വായിച്ചു വെച്ച് ക്ഷീണിച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉറക്കം വരും. അങ്ങനെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ കൈവെള്ളയ്ക്ക് ആരോ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുന്നോട് എനിക്ക് തോന്നി. അതെനിക്ക് നന്നായിട്ട് അറിയാം. നല്ല ഉറക്കത്തിലാണെങ്കിലും ഈ ടച്ചിങ് നമ്മുടെ ഈ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ കൈവെള്ളയ്ക്ക് ടച്ച് ചെയ്യുന്ന ഒരു ടച്ചിങ്, അതെനിക്ക് നന്നായിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഞാൻ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഞാനൊന്ന് പിടച്ചത്. ഞാൻ അറിയാതെ എഴുന്നേറ്റ് ബെഡിലിരുന്നു. ഇരുന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് യാതൊരു ബോധവുമില്ല, ഞാൻ എന്താ സംഭവിച്ചെന്ന് യാതൊന്നും അറിയില്ല. ഉടനെ പിന്നെ ഞാൻ ആ സ്വിച്ച് ബോർഡ് തപ്പി ലൈറ്റ് ഓൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ രാത്രി 1:30 മണി 1:45 സമയമായി. ബൈബിൾ എൻ്റെ ബെഡിൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല. എൻ്റെ ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി, വിയർക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അന്ന് രാത്രി എനിക്ക് ഒട്ടും ഉറക്കം വന്നില്ല. ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തില്ല, പേടി. ഞാൻ അടുത്ത റൂമിൽ ചെന്ന് നോക്കി, കുഞ്ഞുങ്ങൾ സുഖമായിട്ട് ഇടുന്നു, ഉറങ്ങുന്നു, കുഴപ്പമൊന്നുമില്ല. തിരിച്ച് പിന്നെ ഞാൻ പിന്നെ കുഞ്ഞുങ്ങളുടെ ബെഡിൽ പോയിരുന്നു. ഞാൻ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് അവിടെ ഇരുന്നു. പിന്നെ ബൈബിൾ ഇങ്ങനെടുത്ത് വായിച്ചുകൊണ്ട് പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. കിടന്നു നോക്കിയിട്ട് ഉറക്കം വന്നില്ല, ഉറങ്ങിയില്ല അന്ന് രാത്രി. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ പാർശ്വവും കുടുംബവും ഫാമിലിയായിട്ട് വന്നു. ഇങ്ങനെ ആഴ്ചയിൽ അവരൊന്ന് വിസിറ്റ് ചെയ്യും, പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആഴ്ച വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഇന്നലെ രാത്രി ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നു. അപ്പൊ അങ്ങനെ അന്നേരം പാർശ്വ ഒന്ന് ചിരിച്ചു ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഞാൻ അന്നേരം വലിയ ഒരു കൺഫ്യൂഷനിലായി, എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. വൈഫിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചു. അപ്പം പുള്ളിക്കാർ പറഞ്ഞു, ദൈവം വന്നതായിരിക്കും രാത്രിയിൽ എന്ന് പറഞ്ഞു. അപ്പൊ പാർശ്വ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ദൈവം ബ്രദറിനെ ടച്ച് ചെയ്തു, ബ്രദറിന്റെ രോഗം മാറി, ബ്രദറിന് ഇനി രോഗമൊന്നുമില്ല. അപ്പം ഇവർ പറയുന്ന ഭാഷ അതുപോലെ തന്നെ അത്രയൊന്നും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എങ്കിലും ഈ അനുഭവം എന്ന് കഴിഞ്ഞപ്പം അവർ പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോഴത്തേക്ക് എൻ്റെ ഡോക്ടർ 3 മാസം സമയം തന്നല്ലോ. അപ്പം ഏതാണ്ട് 1 വർഷമായി, 1 വർഷത്തോളമായി. അങ്ങനെ ട്രീറ്റ്മെന്റ് അന്നേരം ഏതാണ്ട് ഈ ടാബ്ലറ്റ് ഒക്കെ അന്നേരം കഴിക്കുന്നു. 1 വർഷത്തോളം ആയപ്പോഴത്തേക്ക് ഒരു റൗണ്ട് ഞാൻ ബൈബിൾ വായിച്ചു തീർത്തു. അപ്പോഴത്തേക്ക് എൻ്റെ ഡോക്ടർ 3 മാസത്തെ അവധി തന്നു. അതൊക്കെ നമ്മൾ എപ്പോഴേ മറന്നുപോയി അതൊക്കെ. മരണഭീതി മാറി, രോഗമുണ്ടെന്നുള്ള ഒരു ഭീതി മാറി, ശരീരത്തിന്റെ അവസ്ഥയൊക്കെ മാറാൻ തുടങ്ങി. ആഹാരമൊക്കെ നന്നായിട്ട് അല്പം കഴിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ശരീരമൊക്കെ അല്പം ഒക്കെ ഡെവലപ്പ് ആകാൻ തുടങ്ങി. ഒരു പുതിയ അനുഭവം. അങ്ങനെ തുടർച്ചയായിട്ട് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 1 വർഷം ജോലിക്കൊന്നും പോകാതെ ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ട് അപ്പോഴും പിന്നെ അന്ന് വൈഫിന് പുള്ളിക്കാരി അന്ന് ജോലിക്ക് ജോയിൻ 3 വർഷം കഴിഞ്ഞതേ ഉള്ളൂ, 4 വർഷം ആയതേ ഉള്ളൂ. ശമ്പളമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്. അപ്പം മൂത്ത മോളെ നഴ്സറി പോകാൻ തുടങ്ങി. അവളെ അന്ന് അവൾക്ക് 1 വയസ്സേ ഉള്ളൂ. എല്ലാത്തിനും പൈസ വേണ്ട. അപ്പൊ പിന്നെ ഞാൻ
ഇങ്ങനെ പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പം ഈ 99 ഏപ്രിലായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്നാനപ്പെടുകയും ചെയ്തു. നാലാമത്തെ മാസം ഏപ്രിൽ 11 ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്നാനപ്പെടുകയും ചെയ്തു. അപ്പൊ ഞാൻ അന്ന് ഇവിടെ ഒരു സൗത്ത് ഇന്ത്യൻ ഒരു സൊസൈറ്റി ഉണ്ട്. സൊസൈറ്റിയിലെ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നു ഞാൻ. അപ്പം സൊസൈറ്റി ഉണ്ടെന്ന് പറഞ്ഞ് ഇയാൾ രോഗം വന്നു കഴിഞ്ഞാൽ അവൻ ചികിത്സിക്കും, അവന് മരിക്കും, പോകും, ഇത്രയേ ഉള്ളൂ. അല്ലാതെ സൊസൈറ്റിക്കാർ അതിൽ വേണേ ഇച്ചിരി ഗ്ലൂക്കോസ് ഒക്കെ വാങ്ങിച്ചിട്ട് തരും, അത്രയൊക്കെ. അതിൻ്റെ അപ്പുറത്തൊന്നും ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എങ്കിലും ആ സൊസൈറ്റിയിലെ ഒരു ആക്റ്റീവ് മെമ്പറാണ് ഞങ്ങൾ. വല്ലപ്പോഴും ഞായറാഴ്ച ഞങ്ങൾ എല്ലാം കൂടെ കൂടി ചീട്ട് കളിക്കാനൊക്കെ ഒന്ന് കൂടുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ ഞങ്ങൾ രണ്ടുപേരും സ്നാനപ്പെട്ടെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ഒരു വാർത്ത തീ പോലെ പടർന്നു. ഭയങ്കര വിഷയമായി. അപ്പൊ ഇതൊന്നും ഇത്ര സീരിയസ് ആവുന്നൊന്നും എനിക്കറിയത്തില്ല. വൈഫ് പറഞ്ഞു നമുക്ക് സ്നാനപ്പെടാമെന്ന് പറഞ്ഞു. പാഷ പറഞ്ഞ് വിശ്വസിക്കുന്നവർ സ്നാനപ്പെടാം, വചനമൊക്കെ വായിച്ച് കേൾപ്പിച്ചു. വെറുതെ സൗഖ്യമായില്ലേ, ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, യേശു ക്രിസ്തുവാ നമ്മുടെ ദൈവം, യേശു ക്രിസ്തു നടത്തിക്കോളും, എല്ലാ കാര്യങ്ങളും ഭർത്താവ് നടത്തുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ നമ്മളപ്പോഴും നമ്മുടെ പാരമ്പര്യത്തിൽ നിൽക്കില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്നാനപ്പെട്ടു രണ്ടുപേരും കൂടെ, ഞാനും വൈഫും കൂടെ ഒരേ ദിവസം സ്നാനപ്പെടുന്നു. അപ്പൊ ഞങ്ങനെ അന്നും ഇന്നും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാനും വൈഫിന്റെ കുടുംബത്തിൽ പുള്ളിക്കാരി മാത്രമേ സ്നാനപ്പെട്ടുള്ളൂ. ഇന്നും അവരൊക്കെ അവരുടെ ഭാഗത്ത് നമുക്ക് എതിർപ്പേ ഉള്ളൂ. അങ്ങനെ ആണ് ഇന്നും കഴിയുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം ഇനിയിപ്പം ചർച്ചിൽ പോവുക, ചർച്ച് ആരാധന, ദൈവം കർത്താവ് എന്നുള്ള ഒരു ജീവിതം മാത്രമായി. അപ്പം അന്ന് ഞാൻ ജോലിക്ക് പോയി ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പം ഓഫീസിലെ കാര്യങ്ങൾ ആൾക്കാർക്ക് അവിടെ എൻ്റെ ഒരു റിലേറ്റീവ് ഒരു മലയാളി അവിടെ ഡിപ്പോ മാനേജറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ എന്നെ അവിടെ ജോലിക്ക് അപ്പോയിന്റ് ചെയ്തു. പുള്ളിക്കാരൻ ഇതറിഞ്ഞു. പിന്നെ CNF-ന്റെ മുതലാളി ഇതറിഞ്ഞു. ഇവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇവര് എല്ലാം കൂടെ കൂടി ആലോചിച്ചിട്ട് എന്നെ ജോലി എന്ന് പറഞ്ഞു. അപ്പൊ CNF നടത്തുന്ന വ്യക്തി പുള്ളിക്കാരനെ എന്നെ ഓഫീസിൽ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, സുരേന്ദ്രൻ, പിന്നെ ഒരു വാർത്ത കേട്ടല്ലോ, നീ അങ്ങനെ തീരുമാനിക്കാനുള്ള കാര്യം എന്താണ്? അപ്പോഴത്തേക്ക് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമൊക്കെ ലഭിച്ച് ഞാൻ നല്ല തീയിൽ നിൽക്കുന്ന സമയമാണ്. ഞാൻ പറഞ്ഞു, സാറേ, ഈ ചോദ്യം സാറിന് എന്നോട് ചോദിക്കാവുന്ന ഒരു ചോദ്യമല്ലല്ലോ, ഇതെന്റെ പേഴ്സണൽ വിഷയമല്ല. സാറിന്റെ ഓഫീസിലെ വർക്കും സംബന്ധിയായിട്ട് എന്തെങ്കിലും കാര്യമോ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്ഷേമാന്വേഷണമോ അല്ലെങ്കിൽ എൻ്റെ രോഗത്തെ പറ്റിയോ ഒക്കെ അല്ലേ ചോദിക്കുമായിരുന്നു, നന്നായിരുന്നു. ഈ ഒരു ചോദ്യം അത് സാറിന് എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല. എങ്കിലും സാറ് ചോദിച്ചതല്ലേ, ഞാൻ സാറിനോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ചോദിച്ചു, നമ്മുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി, അന്ന് എനിക്ക് തോന്നുന്നു രാജീവ് ഗാന്ധി ആരെയോ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരൻ എൻ്റെ മുഖത്ത് ഇങ്ങനെ സൂക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞു, സാറേ, ഇതൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, ചോയ്സാണ്. അത് ചോദ്യം ചെയ്യാൻ സാറിന് അധികാരമില്ല. സാറിന്റെ അധികാര സ്ഥാനത്ത് അപ്പുറത്താണ് സാറിന്റെ ചോദ്യം. അതുകൊണ്ട് അതിന് ഞാൻ മറുപടി ഇത്രേ തരുന്നുള്ളൂ. അപ്പം പുള്ളിക്കാരൻ അല്പനേരം ഇങ്ങനെ കുലിഞ്ഞിരുന്നിട്ട് എന്നോട് പറഞ്ഞു, ശരി സുരേന്ദ്രൻ, നീ പൊക്കോളാം. ഞാൻ പോയിരുന്ന സീറ്റ് ഇരുന്നു ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. പക്ഷെങ്കിൽ 3 മാസത്തിന് ഇവർ ജോലി തന്നെ ഔട്ടാക്കി. അപ്പൊ വിശ്വാസിൽ വന്നതിന് ശേഷം എനിക്ക് ആദ്യം കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ജോലി പോയി. ഗോതറയിന്റെ CNF-ലായിരുന്നു ജോലി. അപ്പം ജോലിയിൽ നിന്ന് ഇവര് എന്നെ പറഞ്ഞു വിട്ടു. പിന്നെ ഞാൻ 1 വർഷത്തോളം വീട്ടിൽ ഇരുന്നു ബൈബിൾ വായിക്കാൻ തുടങ്ങി. സെക്കൻഡ് റൗണ്ട് ബൈബിൾ വായിച്ചു വരുന്നു 1 വർഷം കൊണ്ട്, 2ാമത്തെ വർഷം. അത് കഴിഞ്ഞ് പിന്നെ ഫൈനാൻഷ്യൽ പ്രോബ്ലമായി. പിന്നെ വീടിന് അടുത്ത് തന്നെ ഒരു സർജിക്കൽ ഡിസ്ട്രിബ്യൂട്ടറുടെ ഒരു വലിയൊരു ഷോപ്പുണ്ട്. ഇപ്പം പോൾ ബീഹാർ പുള്ളിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. അവിടെ ഇങ്ങനെ സെയിൽസ്മാനായിട്ട് കുറച്ച് നാള് ഞാൻ അവിടെ പോയി ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ 3000 രൂപ ശമ്പളം തരുന്നു.
വീടിനടുത്താ പോയി വരികയൊക്കെ ചെയ്യും. ഒരു 2 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അത് 2002-3 സമയങ്ങളിലാണ്. അപ്പൊ ശരീരത്തിന് അന്ന് ആരോഗ്യമൊക്കെ ആയി, മരണഭീതിയൊക്കെ മാറി, ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ചർച്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാ. അപ്പോഴത്തേക്ക് ചർച്ചിലെ എന്നെ ഒരു ആക്റ്റീവ് മെമ്പറൊക്കെ ആയി, ചർച്ചിലെ സെക്രട്ടറി ഒക്കെ എന്നെ പിടിച്ച് ചർച്ചിന്റെ സെക്രട്ടറി ഒക്കെ ആക്കി. അങ്ങനെ സെക്രട്ടറിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്നെ ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ചർച്ച് വളരെ ആക്റ്റീവായിട്ട് നിൽക്കുക. അങ്ങനെ ഒരു 2 വർഷത്തോളം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ സർജിക്കൽ ഷോപ്പിൽ ജോലി ചെയ്തു. സെയിൽസ്മാനായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഒരു പ്രൈവറ്റ് ഷോപ്പല്ലേ, അപ്പൊ അവർക്ക് ഇങ്ങനെ ഡ്യൂട്ടിക്കൊന്നും ഒരു സമയം, ഒരു ടൈം ലിമിറ്റേഷൻ ഒന്നുമില്ല. രാത്രി 9 മണി 9:30 ഒക്കെ ആകുമ്പോഴാണ് കട അടയ്ക്കുന്നത്. നമ്മൾ ഒന്നുമാണ്. അപ്പൊ എല്ലാ സ്റ്റാഫിനെയും പറഞ്ഞു വിട്ട് എനിക്ക് പോകാനൊക്കത്തുള്ളൂ, കാരണം കൗണ്ടറിന്റെ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിരിക്കും. അങ്ങനെ ആയിക്കഴിഞ്ഞ് ഞാൻ ജോലി കഴിഞ്ഞ് വളരെ ടയർഡായി വീട്ടിൽ വരുമ്പോൾ 10 മണിയാവും. പിന്നെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ വായിക്കാനും പറ്റത്തില്ല, ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോലും വയ്യാത്ത സിറ്റുവേഷൻ, വളരെ ടയർഡായിട്ട് കിടന്നു പോകണം. അങ്ങനെ 1 മാസം 2 മാസമായി കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ ഈ ജോലി വിടാൻ പോവാം, കാരണം ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ഒന്നും സമയം കിട്ടും. പുള്ളിക്കാരൻ നിങ്ങളുടെ ജോലിക്ക് വരാനാ പറഞ്ഞത്, നിങ്ങൾ തന്നെ ഇതെല്ലാം ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങളെ നോക്കി വിട്ടിരുന്നു, നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ഇതനുസരിച്ച് ജീവിച്ചു പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജോലിക്ക് പോകണമെന്നൊന്നും പുള്ളിക്കാർ പറയുന്നില്ല. പിന്നെ വീട്ടിലെ ഈ ഫൈനാൻഷ്യൽ പ്രോബ്ലം കണ്ടുകൊണ്ട് പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഒരു ദിവസം സന്ധ്യയ്ക്ക് ജോലിയും കഴിഞ്ഞ് വന്ന് ആഹാരം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, കർത്താവേ, പ്രാർത്ഥിക്കാനും സമയമില്ല, ബൈബിൾ വായിക്കാൻ സമയം കിട്ടുന്നില്ല, ഈ ജോലിയിൽ നിന്ന് എന്നെ ഒന്ന് വിമുക്തമാക്കണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. അപ്പം വിട്ടിട്ട് പോകാനും പറ്റത്തില്ല, കാരണം അതുപോലുള്ള റിലേഷനായി എന്നെ അവർക്ക് വലിയ കാര്യമുണ്ട്. അപ്പം ഞാൻ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അവരെന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകും. എനിക്കറിയാം, അവരുള്ള ഒരു റിലേഷനായി. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നു. പിറ്റേ ദിവസം മുതൽ എനിക്ക് ശരീരത്തിന് ചെറിയൊരു ക്ഷീണം പോലെ തോന്നി. അങ്ങനെ ഒരാഴ്ചത്തോളം ഞാൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ വലിയ ക്ഷീണമായി. ഓരോ ദിവസം കഴിഞ്ഞ് പിന്നെ ആ പഴയ അനുഭവം വരാതെ ആഹാരം കഴിക്കാൻ പറ്റാതെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, അമ്മനെ യൂറിനൊന്നും എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ജോണ്ടീസ് ആണെന്ന് പറഞ്ഞു, മഞ്ഞപ്പിത്തമാണ്. അപ്പൊ 2ാമത് മഞ്ഞപ്പിത്തം റിപ്പീറ്റ് ചെയ്തു. അപ്പൊ മഞ്ഞപ്പിത്തം ആയി കഴിഞ്ഞാൽ 3 മാസം ട്രീറ്റ്മെന്റ് നമ്മൾ റെസ്റ്റ് എടുക്കണം, കംപ്ലീറ്റ് റെസ്റ്റ് ആയിരിക്കും. 3 മാസം മരുന്ന് കഴിച്ചുകൊണ്ട് യാതൊരു ജോലി ചെയ്യാൻ പാടില്ല. അപ്പൊ ആയുർവേദത്തിന്റെ വിധി അതാണ്. അപ്പൊ ഞാനൊരു ആയുർവേദിക് ഡോക്ടറേക്ക് പോയി കണ്ട് അതിന്റെ പച്ചമരുന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച് 3 മാസത്തേക്ക് ഒരു ജോലി ചെയ്യാൻ പാടില്ല, ബെഡ് റെസ്റ്റ് ആയിരിക്കണം. അപ്പൊ ഞാൻ വിചാരിച്ച രക്ഷപ്പെട്ടു. അങ്ങനെ ആ 3 മാസം ട്രീറ്റ്മെന്റ് വേണ്ടി വീട്ടിലിരുന്നു. അപ്പൊ ഇടയ്ക്കൊക്കെ ഓഫീസിൽ നിന്ന് പിള്ളേരെ വിട്ട് ഞാൻ എന്നോട് വിളിപ്പിക്കുകയൊക്കെ ചെയ്യാറുന്നു, നീ അവിടെ ഒന്നും ഇരിക്കുക, ജോലി ഒന്നും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കറിയാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരിപ്പൊന്നും നടക്കത്തില്ല, ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നടക്കണം, പിന്നെ ജോലി ചെയ്യണം. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ് 3 മാസം യാതൊരു 90 days എനിക്ക് റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വരത്തില്ലെന്ന് പറഞ്ഞു. ഈ 100ാമത്തെ ദിവസം പിന്നെ എന്നെ ആളിനെ വിട്ട് വിളിപ്പിച്ചു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു വിട്ടു, ഞാൻ ഇനി ജോലി ചെയ്യുന്നില്ല, കാരണം എന്റെ ശരീരസ്ഥിതി മോശമാണ്, ഞാൻ ഇനി ജോലി ചെയ്യുന്നില്ല എന്ന് ചെന്ന് സാറിനോട് പറഞ്ഞേക്കാം, മലയാളിയോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അവരെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ആളോട്ട് വിളിക്കുകയൊക്കെ ചെയ്യാറ്. ഞാൻ അങ്ങനെ ആ ജോലി അങ്ങ് അവസാനിപ്പിച്ചു. അങ്ങനെ പിന്നെ അതിനുശേഷം അപ്പോഴത്തേക്ക് 2 റൗണ്ട് ഞാൻ ബൈബിൾ വായിച്ചു തീർത്തു. അപ്പം എന്നെ സ്നാനപ്പെടുത്തിയ പാർഷ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി, വേറൊരു പാർഷ വന്നു. അപ്പൊ അങ്ങനെ ചർച്ചിന്റെ സെക്രട്ടറി ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ കഴിഞ്ഞു പോവാ. അപ്പൊ അങ്ങനെ എല്ലാ സൺഡേയിലും ചർച്ചിൽ പോകും. അപ്പൊ എനിക്ക് ഈ ചർച്ചിൽ പോയി ആരാധന കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞ് ബൈബിൾ വായിച്ചിട്ട് കുറെ കൂടെ കാര്യങ്ങൾ എന്നാ ഇതേപ്പറ്റിയൊന്നും എന്തോ ആഴമായിട്ട് മനസ്സിലാക്കണം എന്നൊരു ചിന്ത മനസ്സിൽ വന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്തോ ചെയ്യണം എന്ന് പാർഷോട് ചോദിച്ചു കഴിഞ്ഞാൽ പാർഷ പറഞ്ഞു, ഒരു കാര്യം ബൈബിൾ കോളേജിൽ പോകാൻ പറഞ്ഞു. എനിക്ക് ഈ ബൈബിൾ കോളേജിൽ ഒന്നും അന്നും അറിയില്ല. ഒരു കാര്യം ചെയ്ത് ബൈബിൾ കോളേജിൽ പോയി അതിനെ പഠിത്തമൊക്കെ പഠിക്കാൻ പറഞ്ഞു. ബൈബിൾ കോളേജിൽ 2-3 വർഷം പഠിക്കണം. പഠിത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രദറിനെ ദൈവം നന്നായിട്ട് ഉപയോഗിക്കും, ബൈബിൾ കോളേജിൽ പോകാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആദ്യം ബൈബിൾ കോളേജിനെ പറ്റി കേൾക്കുന്നത്. അങ്ങനെ പിന്നെ അന്വേഷിച്ച് നമ്മുടെ ഒരു പരിചയക്കാരുടെ ത്രൂവിൽ അങ്ങനെ 2003 വരെ ജോലി ചെയ്ത് കഴിഞ്ഞ് 2004 ഞാൻ ഈ ബൈബിൾ കോളേജൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്.
ബൈബിളൊക്കെ എങ്ങനെയുണ്ട്, നമുക്ക് പഠിക്കാൻ സാധിക്കുമോ? അപ്പം ഞാൻ 1975 മെട്രിക്ക് പാസ്സായതാണ്. അതിനുശേഷം ജോലിയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് 2004 എത്ര വർഷമായി, 25 29 30 വർഷത്തിന് ശേഷമാണ് രണ്ടാമത് പഠിക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ 2004 ഞാൻ ഈ വിശാഖപട്ടണത്തിൽ നിന്ന് ബൈബിളിനോട് പറഞ്ഞു, ബൈബിൾ കോളേജൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ, നമ്മളെ കൊണ്ട് പറ്റുമല്ലോ നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ബൈബിൾ കോളേജൊക്കെ ഒന്ന് കാണാൻ പോയത്. അങ്ങനെ വിശാഖപട്ടണത്തിൽ നിന്ന് ഈ CATR എന്ന ബൈബിൾ കോളേജിൽ ചെന്ന് അത് ഒരു മലയാളി, നമ്മുടെ വടശ്ശേരിക്കാരക്കാരൻ, ഒരു ടൈറ്റസ് അച്ചായൻ, PJ ടൈറ്റസ്, അന്ന് പുള്ളിയായിരുന്നു അതിൻ്റെ ഫൗണ്ടറും നടത്തിപ്പുകാരനൊക്കെ. അവിടെ ചെന്നു, ബൈബിൾ കോളേജിൽ ചെന്നു. അപ്പോൾ ആ 2004 പുതിയ അക്കാഡമിക് ഇയറിൻ്റെ 2 ദിവസം മുമ്പാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ എന്നെ ഒരാൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് വിട്ടു, ഇതുപോലെ നമ്മുടെ ഒരു പയ്യൻ വരുന്നുണ്ട്, അവന് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്, അതുകൊണ്ട് അവൻ അഡ്മിഷൻ കൊടുക്കണം, പ്രായമൊന്നും നോക്കരുത്. അന്നേരം എനിക്ക് 38 വയസ്സ് 40 വയസ്സുള്ളൂ എന്ന് പുള്ളിക്കാരി ഇങ്ങനെ ഒരു സഹോദരി എന്നെ അപ്രോച്ച് ചെയ്ത് വിട്ടു. അവിടെ ചെന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ റിട്ടേൺ ടെസ്റ്റ് ഒക്കെ തന്നു. അത് ഇംഗ്ലീഷിലായിരുന്നു. ആ റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നല്ല മാർക്കിൽ നീ പാസ്സായിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് നിന്റെ അഡ്മിഷൻ ശരിയായി. ആ പ്രിൻസിപ്പാള് മലയാളിയായിരുന്നു, അദ്ദേഹം വിളിച്ച് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ ഈ ബൈബിൾ കോളേജ് ഞാനൊന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാ, എൻ്റെ 2 ജോഡി ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, എന്നിട്ട് യാതൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കാവുന്ന സാഹചര്യമല്ല, എൻ്റെ ഫാമിലിയൊക്കെ പട്നയിലാണ്, ഞാൻ അവരോടൊക്കെ പോയി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എൻ്റെ യൂട്ടൻസിലും എല്ലാം എടുത്തിട്ട് വരാം, എന്നിട്ട് വന്ന് ഞാൻ ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു, അതിനി സമയമില്ല, നാളെ ഓറിയൻറ്റേഷൻ ആണ്, അതിനുശേഷം നാളെ കഴിഞ്ഞ ക്ലാസ് തുടങ്ങും. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ 4 ക്ലാസ് തുടർച്ചയായിട്ട് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ നിനക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിനക്ക് പോയിട്ട് വരാൻ ഇനി സമയമില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്ത് നീ ജോയിൻ ചെയ്യുക, എന്നിട്ട് വൈഫിനോട് പറ നിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തോണ്ട് ഇങ്ങോട്ട് വരാൻ വൈഫിനോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ, എൻ്റെ 2 പിള്ളേരോട് പഠിക്കുന്നുണ്ട്, വൈഫിന് ജോലി ചെയ്യണം, ഈ കാര്യം കൊണ്ട് തന്നെ ഇതൊന്നും മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ. നീ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം നിന്റെ പഠിത്തം നടക്കത്തില്ല, അതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എൻ്റെ വൈഫിൻ്റെ ഫോൺ നമ്പർ പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. പ്രിൻസിപ്പാൾ തന്നെ സംസാരിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഇതുപോലെയാണ് കാര്യങ്ങളൊക്കെ, സുരേന്ദ്രൻ ഞങ്ങൾ അഡ്മിഷൻ കൊടുത്ത് നാളെ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുകയാണ്, അതുകൊണ്ട് സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഒരാഴ്ചത്തെ അവധി എടുത്ത് കുഞ്ഞുങ്ങളെ കൂടി അവരുടെ TC വാങ്ങിച്ചിട്ട് അവരെ കൂടി കൊണ്ടുവരാം. അപ്പോൾ അവർക്ക് അവിടെ സ്കൂളും ഉണ്ട്. അപ്പം 1ാം ക്ലാസ് മുതൽ +2 വരെ അവിടെ സ്കൂളും ഉണ്ട്. കുഞ്ഞുങ്ങളെ ഇവിടെ പഠിപ്പിക്കാം. ഇപ്പം സിസ്റ്ററിന് ബർഡൻ ഉണ്ടാകത്തില്ല. പിന്നെ കുഞ്ഞുങ്ങളെ ഇവന് പിന്നെ രണ്ട് ക്യാമ്പസാണ്, സ്കൂളിൻ്റെയും കോളേജിലോട്ട് പരസ്പരം കാണുകയും ചെയ്യാമല്ലോ, കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല പറഞ്ഞു. അങ്ങനെ പിന്നെ പ്രിൻസിപ്പാൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് വൈഫ് എന്ന് കുഞ്ഞുങ്ങളെ 2 പേരുടെ മൂത്ത മോടെ 2 പേരുടെയും TC ഒക്കെ വാങ്ങിച്ച് കുഞ്ഞുങ്ങളെയും കൂട്ടി എൻ്റെ പെട്ടിയും പിന്നെ എൻ്റെ ഡ്രസ്സും എല്ലാം ആയിട്ട് പുള്ളിക്കാരി വിശാഖപട്ടണത്ത് വന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ സ്കൂളിലാക്കി എൻ്റെ പെട്ടിയും ഡ്രസ്സും എല്ലാം കൂടി തന്നിട്ട് പിന്നെ വൈഫ് തിരിച്ചു വന്ന് ഇവിടെ വന്ന് പിന്നെ തിരിച്ച് വീടൊക്കെ വിട്ട് കഴിഞ്ഞ് ഹോസ്റ്റലിൽ തന്നെ പോയി താമസിച്ചു. ഹോസ്റ്റലിൽ തന്നെ താമസിച്ചിട്ട് പുള്ളിക്കാരി ഞാൻ ജോലി ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഞങ്ങൾക്ക് അച്ചാറോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് ഇങ്ങനെ വരികയും 1-2 ദിവസം ഞങ്ങളുടെ താമസിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു, താമസിച്ചിട്ട് പോരുമായിരുന്നു. അങ്ങനെ 2004 മുതൽ 2007 വരെ ഞാൻ അവിടെ നിന്നു. BTH കംപ്ലീറ്റ് ചെയ്തു. BTH കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 2007 ഞാൻ തിരിച്ചു പോയി. അപ്പം മൂത്ത മോള് അന്ന് 9ാം ക്ലാസ്സിൽ. അപ്പം പിന്നെ അവളെ കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളിവിടെ ഒന്ന് പഠിക്കുക, മെട്രിക് കഴിഞ്ഞിട്ട് നിന്റെ മെട്രിക് കഴിഞ്ഞിട്ട് നമുക്ക് നിന്നുള്ള കാര്യം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വൈഫ് ഇവിടെ വന്ന് ഞങ്ങളുടെ ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ പോരാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പം ഇളയ മോളോട് ഞാൻ നിൽക്കത്തില്ല, ഞാനും പപ്പായുടെ പോകുന്നു, ഞാനും പപ്പായുടെ വരും. അങ്ങനെ അവൾ പിന്നെ അവിടെ നിൽക്കത്തില്ല, അവൾ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ ഞങ്ങൾ തിരിച്ചു പോന്നു കഴിഞ്ഞ് പിന്നെ ഇളയ മോളെ പട്നയിൽ കൊണ്ടുവന്നിട്ട് അവളെ വേറൊരു സ്കൂളിലാക്കി.
അവളിവിടെ മെട്രിക് വരെ പഠിച്ചു. പിന്നെ മൂത്ത മോൾ 2 വർഷം അവിടെ നിന്നിട്ട് മെട്രിക് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങനെ അവളും അവിടുന്ന് പോകുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും അവിടെ പഠിച്ചു. അങ്ങനെ 2007 BTH കഴിഞ്ഞ് ഞാൻ പട്നായി വന്നു. പട്നായി വന്നതിന് ശേഷം പിന്നെ എൻ്റെ കൂടെ അന്ന് അവിടെ പഠിച്ച വേറെ ഒരു സഹോദരനുണ്ടായിരുന്നു, തൃശ്ശൂർക്കാരൻ. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ പട്നായി നേരത്തെ ഈ OM-ലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി MD ചെയ്ത്, ഞാൻ BTH കഴിഞ്ഞ് രണ്ടുപേരും കഴിഞ്ഞ് ഇവിടെ വന്നു. രണ്ടുപേരും ഞാൻ ഇവിടെ വന്ന് കുറേ പിള്ളേരെ കൂട്ടി, നമ്മുടെ വൈഫിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹോദരിമാരുടെ പിള്ളേരെ കൂട്ടി ഒരു സൺഡേ സ്കൂളൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് പുള്ളിക്ക് ഒരു 1-2 ഫാമിലിയൊക്കെ കിട്ടി. ഇങ്ങനെ പുള്ളി ആരാധനയൊക്കെ ആരംഭിച്ചു. അപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴും പുള്ളിക്കാരൻ്റെ അടുത്ത് ചെല്ലും, ആരാധനയ്ക്ക് കൂടും. പിന്നെ ഞാൻ തിരിച്ചു വരും ഇങ്ങനെ. അപ്പോൾ ഈ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ. കാരണം പിള്ളേർക്കെല്ലാം സ്കൂളിലൊക്കെ പോയി പഠിക്കുകയുണ്ട്. അത് പിന്നെ ഞാൻ വെറുതെ ഇരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യണമല്ലോ, എവിടെ ആരംഭിക്കണം, എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, കാര്യം ചെയ്യാം, ഏതായാലും കർത്താവ് മിനിസ്ട്രി ആരംഭിക്കുന്നതിന് മുമ്പ് 40 ദിവസം ഉപവാസം എടുത്തു. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയുന്നില്ല, ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ 40 ദിവസം ഉപവാസം എടുക്കാൻ പോവാം. ഉപവാസം എടുത്തു കഴിയുമ്പം കർത്താവ് ഗൈഡൻസ് ചെയ്യും, അതനുസരിച്ച് മുമ്പോട്ട് പോകാം എന്ന് വിചാരിച്ച് 40 ദിവസം ഉപവാസം ഡിക്ലെയർ ചെയ്തു. ഞാൻ അങ്ങനെ ഉപവാസം ഇരുന്നു. അങ്ങനെ പിന്നെ മൂത്ത മോളും മെട്രിക് കഴിഞ്ഞ് ഇവിടെ വന്ന് അവളെ +2 പട്നായിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇളയ മോളും +2 വരെ ഇവിടെ പഠിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും +2 പാസ്സായി കഴിഞ്ഞിട്ട് അവരെ രണ്ടുപേരും പിന്നെ നേഴ്സിങ്ങിന് വിട്ടു. രണ്ടുപേരും, ഒരാൾ ഇവിടെ പട്നായിൽ തന്നെ ഒരു കാത്തലിക്സിൻ്റെ ഒരു ഹോസ്പിറ്റലും അവർക്ക് നേഴ്സിംഗ് കോളേജൊക്കെ ഉണ്ട്, അവിടെ പഠിച്ചു. അവിടെ പഠിച്ച് അവൾ BSc നേഴ്സിംഗ് 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇളയ മോള് പറഞ്ഞ് എനിക്ക് ബാംഗ്ലൂരിൽ പോയി പഠിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അവളെ ബാംഗ്ലൂരിൽ വിട്ടു 4 വർഷം. ബാംഗ്ലൂരിൽ ബൈബിൾ കോളേജിൽ പോയ 4 വർഷം അവളും പഠിച്ചു. അങ്ങനെ ദൈവകൃപയാൽ കുഞ്ഞുങ്ങൾ രണ്ടുപേരും അവരുടെ BSc നേഴ്സിംഗിൻ്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്തു. അപ്പം അതിനിടയ്ക്ക് ഞാൻ ഈ 40 അപ്പം പിന്നെ ഞാനും ഭാര്യയും തന്നെ ഇവിടെ ആയി. കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഹോസ്റ്റലിലായി. ഞങ്ങൾ രണ്ടുപേരും തന്നെയായി. പുള്ളിക്കാരി ജോലിക്ക് പോകും. ഞാനിങ്ങനെ 40 ദിവസം ഉപവാസം ഡിക്ലെയർ ചെയ്ത് ഉപവാസം ഇരിക്കാൻ തുടങ്ങി. അപ്പം അതിനിടയ്ക്ക് ഇങ്ങനെ ചർച്ചിൽ പോകും, ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കും. അപ്പം പത്രോസ് പറഞ്ഞുകൂടെ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഒക്കെ ഉറപ്പാക്കിയിട്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ചർച്ചിലെ അങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചർച്ചിന് പുറത്ത് പോയി എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്നൊരു ആഗ്രഹത്തിലൂടെ ഞാൻ 40 ദിവസം ഉപവാസത്തിന് വേണ്ടി ഡിക്ലെയർ ചെയ്തു. അങ്ങനെ 20 ദിവസം ഉപവാസം എടുത്തു. 21ാമത്തെ ദിവസം ഞാനിങ്ങനെ ബെഡിൽ നിന്ന് എഴുതിട്ട് ബാത്റൂമിലോട്ട് പോയി കഴിയുമ്പോൾ ഞാനങ്ങ് വീണു. അപ്പോൾ വീണ് കഴിഞ്ഞപ്പം പിന്നെ വൈഫ് എന്നെ വന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ബാത്റൂമിൽ കൊണ്ടുപോയി തിരിച്ചു വന്ന് ഞാൻ ബെഡിലോട്ട് ഇരുന്നപ്പം ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, ഉപവാസം സ്റ്റോപ്പ് ചെയ്യാം. അപ്പം അങ്ങനെ 21ാം ദിവസം ഞാൻ ഉപവാസം സ്റ്റോപ്പ് ചെയ്തു. ദൈവാത്മാവിൻ്റെ ശബ്ദം ക്ലിയർ ആയിട്ട് കേട്ട് ഉപവാസം സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഇങ്ങനെ ഉപവാസം കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച ഇങ്ങനെ ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങി. വളരെ ക്ഷീണമായിട്ട് ഇങ്ങനെ വീട്ടിലിരുന്നപ്പം ഒരു പാസ്റ്റർ എൻ്റെ വീട്ടിൽ വന്നു. പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് മലയാളിയാണ്. എന്നോട് പുള്ളി പറഞ്ഞു, ഇവിടുന്നൊരു 8 കിലോമീറ്റർ ദൂരെ എൻ്റെ ഒരു ചർച്ചുണ്ട്. അതായത് ഈ പാസ്റ്റർ കുറേ നാൾ ഗൾഫിലായിരുന്നു. പുള്ളി ഈ ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ച് ഒരു ഹോട്ടൽ മാനേജറായിട്ട് സൗദി അറേബ്യയിൽ ജോലി നിന്നു. അങ്ങനെ ആ പുള്ളി വന്നു കഴിഞ്ഞോട് പറഞ്ഞു, ആ ചർച്ച് ഞാൻ 1-2 പേരെ ഏൽപ്പിച്ചിട്ട് അവരൊന്നും നന്നായിട്ട് നോക്കിയില്ല. ആ ചർച്ചെല്ലാം ഇങ്ങനെ ഛിന്ന ഭിന്നമായിട്ട് കിടക്കുക. അവിടെ ഒരു 4-5 വിശ്വാസികളെ ഇപ്പോൾ ഉള്ളൂ. ബാക്കി എല്ലാവരും അവിടെയൊക്കെ പോയി. ശുശ്രൂഷിക്കാൻ വരുന്നവരാരും വിശ്വാസികളെ അവർ വേണ്ട വിധത്തിൽ നോക്കിയില്ല. അതുകൊണ്ട് വിശ്വാസികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി. എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ തിയോളജിക്കൽ ഡിഗ്രി എടുത്ത് വന്നതല്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ആ ചർച്ചിൻ്റെ ഉത്തരവാദിത്വം നിനക്ക് ഞാനങ്ങ് തരാം, നീ പോയി നോക്കിക്കോളാൻ പറഞ്ഞു. ഒരു കാര്യം നമുക്കോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരൻ പിന്നെ ഞാനും വൈഫും ഈ പാഷും കൂടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പുള്ളിക്കാരൻ അവിടെ ചെന്ന് ഞങ്ങൾ
അപ്പോൾ ഈ വൈഫ് ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട്. പാട്നയുടെ പഴയ സിറ്റി, അതായത് മുഗൾ രാജാക്കന്മാരുടെ സമയത്ത് സിറ്റി അതാണ്, ക്യാപിറ്റലൊക്കെ അതാണ്. അപ്പോൾ ഇന്ന് പാട്ലിപുത്ര എന്ന സ്ഥലത്ത് പാട്ന, ആ പാട്ലിപുത്രയുടെ സ്ഥലത്ത് പഴയ ബീഹാറിൻ്റെ തലസ്ഥാനം, അവിടെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്നു. അപ്പം അവിടെയാണ് ഈ മെഡിക്കൽ കോളേജ്, സെക്രട്ടേറിയറ്റ്, എയർപോർട്ട് എല്ലാം ഇവിടെ അടുത്താണ്. ഞങ്ങൾക്കൊരു 7 കിലോമീറ്റർ ദൂരമുള്ള എല്ലാത്തിനും. അപ്പോൾ അങ്ങനെ ആ ചർച്ചിൽ ഞങ്ങൾ ചെന്നപ്പോൾ കഴിഞ്ഞു അവിടെ ഒരു സഹോദരി സ്വന്തമായിട്ട്, അപ്പോൾ ഇവിടെ മിക്കവാറും അതായത് ഈ ഡെയിലി ബേസ് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് നമ്മുടെ വിശ്വാസികളെന്ന് പറയുന്നത്. അവര് ഈ ചെരുപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഈ കുടിൽ വ്യവസായം ഒരുപാടുണ്ട്. അങ്ങനെ ഈ ചെരുപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ്. അവരാണ് അവിടുത്തെ വിശ്വാസികൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സഹോദരി, ഒരു വിശ്വാസിയുണ്ട്. പുള്ളിക്കാരിക്ക് മാത്രമേ സ്വന്തമായിട്ട് വീടുള്ളൂ. മറ്റുള്ളവരെല്ലാം ഈ ജോലിക്ക് വേണ്ടി, തൊഴിലിന് വേണ്ടി ഈ ബീഹാറിൻ്റെ മറ്റു പല സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് താമസിച്ച് ഓരോ റൂം എടുത്ത് ഇങ്ങനെ ഈ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, ഡെയിലി ബേസ് ജീവിക്കുന്നത്. അപ്പോൾ ഈ സ്വന്തമായിട്ട് വീട്ടിലെ സഹോദരിയുടെ വീട്ടിലാണ് ഈ ആരാധന നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളെ ഈ പാർശ്വ കൂട്ടിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ അന്ന് ഞങ്ങൾ വിശ്വാസികളോട്, ഒരു 4-5 വിശ്വാസികളോടായിരുന്നു, അവരെല്ലാം വിളിച്ച് ഞങ്ങൾ അവിടെ ഒരു ആരാധന നടത്തി. ആരാധന നടത്തി വളരെ അനുഗ്രഹമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവമൊക്കെ ഞങ്ങളുടെ ഉണ്ടായി. അതിനുശേഷം പാർഷ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് പാർഷ സുരേന്ദ്രനാണ്, ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ വന്നതാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ, അടുത്ത ഞായറാഴ്ച മുതൽ ഇവിടെ ആരാധന ഉണ്ടാവും. അപ്പോൾ ഈ പാർഷ വരും, ആരാധന നടത്തിക്കോളും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരണം എന്നപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടൊക്കെ പോകുന്നു. അങ്ങനെ അടുത്ത സൺഡേ മുതൽ ഞാൻ അവിടുന്ന് ഞങ്ങൾ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് 12 രൂപ അന്ന് ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്ത് ഈ ചർച്ചിൻ്റെ അടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഈ ഓട്ടോറിക്ഷയ്ക്ക് ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ നടക്കണം ഈ ചർച്ചിൻ്റെ സ്ഥലത്ത്. അപ്പോൾ എനിക്കന്ന് സ്വന്തമായിട്ട് വാഹനമൊന്നുമില്ല. അങ്ങനെ ഞാൻ 12, 24 രൂപ പോകാനും വരാനും. അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് പോയി ഇറങ്ങും. അവിടുന്ന് 1 കിലോമീറ്റർ നടന്ന് പോയി ആ ആരാധന കൂടി തിരിച്ച് 1 കിലോമീറ്റർ നടന്ന് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേക്ക് വെയിലത്ത് തിരിച്ച് വന്ന് ഓട്ടോറിക്ഷയ്ക്ക് കയറി വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു 2 മണി 3 മണിയൊക്കെ, 2-2:30 ആവും. അത് കഴിഞ്ഞാൽ പിന്നെ ആഹാരമൊക്കെ ഒന്ന് കഴിക്കുന്നു. അങ്ങനെ ഒരു ആരാധനയൊക്കെ തുടങ്ങി. അന്ന് ഞങ്ങൾ ആദ്യത്തെ സൺഡേയിൽ ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. അങ്ങനെ 8 പേരെ വെച്ചുകൊണ്ട് ആരാധന ആരംഭിച്ചു. പിന്നെ അന്ന് എനിക്ക് ഹിന്ദി ബൈബിള് വായിക്കാനോ സംസാരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഹിന്ദി ബൈബിൾ പുസ്തകം വായിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഹിന്ദി ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഹിന്ദിയിൽ ഞാൻ പ്രസംഗിക്കാനൊന്നും എനിക്ക് വലിയ കഴിയുന്നില്ല. കാരണം നമ്മുടെ മാതൃഭാഷ മലയാളമല്ലേ. പിന്നെ ബൈബിൾ കോളേജിലെ ലാംഗ്വേജ് ഇംഗ്ലീഷുമായിരുന്നു. മറ്റൊരു ലാംഗ്വേജ് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇംഗ്ലീഷും മലയാളവും നമുക്ക് പരിചയപ്പെട്ടുള്ളൂ. ഹിന്ദി പുസ്തകം വായിച്ചോ പ്രസംഗിച്ചോ ഒന്നും പരിചയമില്ല. എങ്കിലും എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാനിങ്ങനെ ഹിന്ദിയിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാകും, പുസ്തകം വായിക്കും. വായിച്ചിട്ട് മലയാളം ബൈബിൾ വായിച്ചിട്ട് ഹിന്ദിയിൽ അറിയാവുന്ന രീതിയിലൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയാൻ പറ്റുന്നതൊക്കെ ഇംഗ്ലീഷ് വേർഡൊക്കെ ഉപയോഗിച്ച് ഞാനൊക്കെ പറഞ്ഞു. പക്ഷെ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി, രോഗികളൊക്കെ സൗഖ്യമാവാൻ തുടങ്ങി. അവിടുന്ന് അവരുടെ ആ റൂമെല്ലാം നിറഞ്ഞു, വരാന്തയെല്ലാം നിറഞ്ഞു. പിന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അങ്ങനെ ദൈവാത്മാവ് അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ രോഗിയായിട്ട് എന്നെ ഡോക്ടർ തള്ളിക്കളഞ്ഞ എന്നിലൂടെ ഡോക്ടറെയൊക്കെ വലിയ പ്രവൃത്തികൾ ദൈവം ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ അവസരമുണ്ടായി ജീവിതത്തിൽ. അങ്ങനെ പലരും വലിയ വലിയ രോഗങ്ങളൊക്കെ, കിഡ്നി ഡാമേജ് ആയ കേസ്, ഹാർട്ടിന് ഹോളുള്ള കേസ്, അങ്ങനെയുള്ള കേസൊക്കെ പാവങ്ങൾ അവരുടെയൊക്കെ കേസ് പ്രാർത്ഥിച്ച് സൗഖ്യമായി. അങ്ങനെ അവരൊക്കെ ഒന്ന് സാക്ഷ്യം പറയാൻ തുടങ്ങി. അങ്ങനെ ആൾക്കാർ കൂടി. അങ്ങനെ ആരാധന അന്ന് മുതൽ 2007 മുതൽ ഇപ്പം ഇന്നേ വരെ. പിന്നെ ആ വീടിൽ നിന്ന് ഞങ്ങൾ മാറ്റി, അവിടെ സൗകര്യക്കുറവായിരുന്ന വീടൊക്കെ മാറി. അതിന് പിന്നെ വേറൊരു നല്ല ഹോളൊക്കെ എടുത്ത് ആരാധനയൊക്കെ ആരംഭിച്ചു. അങ്ങനെ ഇപ്പോൾ ആ ഹോളിൽ ഏതാണ്ട് ഒരു 10-100 വിശ്വാസികളോളം നമുക്ക് ഉണ്ട്. എല്ലാവരും ഈ ഒരേ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. ആ ഒരു ഗ്രൂപ്പിലെ ആൾക്കാരാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരിലും നമുക്ക് യാതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം അവർ നമ്മളിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചാണ് അവർ വരുന്നത്. ദൈവകൃപയാൽ അങ്ങനെ 63 പേരെ സ്നാനപ്പെടുത്തി.
ഈ 18 വർഷം കൊണ്ട് 63 പേരെ സ്നാനപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം ചെറിയ ചർച്ചാണല്ലോ. പിന്നെ 13 കല്യാണങ്ങൾ നടത്തി. പാവപ്പെട്ട പിള്ളേരെയൊക്കെ നമ്മളെ ഇപ്പം വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ഫൈനാൻഷ്യൽ ഹെൽപ്പ് ചെയ്തൊക്കെ പിള്ളേരുടെ കല്യാണമൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ദൈവം അങ്ങനെ ആ ശുശ്രൂഷയിൽ ഇന്നോളം കൊണ്ടുവന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ 2 പേര് +2, ഒരാൾ +2 പഠിക്കുമ്പോൾ ഒരാൾ മെട്രിക്കും പഠിക്കുമ്പോൾ അവർ 2 പേരും സ്നാനപ്പെട്ടു. അത് തന്നെ സ്വയം പറഞ്ഞ് സ്നാനപ്പെട്ടു. അപ്പം അന്ന് ഞങ്ങൾക്ക് 2 ശുശ്രൂഷയുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഒരു കൂട്ടായ്മയുണ്ട്, പിന്നെ മറ്റേ 10 കിലോമീറ്റർ ദൂരെയുള്ള ആ ചർച്ച്, അങ്ങനെ 2 കൂട്ടായ്മയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ വിശാഖപട്ടണം ഒരിക്കലും പ്രാർത്ഥന വന്നു കഴിഞ്ഞപ്പം കുഞ്ഞുങ്ങൾ 2 പേരും പറഞ്ഞു ഞങ്ങൾക്ക് 2 പേരും സ്നാനപ്പെടണം. അപ്പോൾ അങ്ങനെ മോഹനങ്ങൾ വരുമല്ലോ, മോഹനങ്ങളിലെ കയ്യിൽ ഞങ്ങൾ സ്നാനം ഏൽക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ 2 പേരും, ഒരാൾ മെട്രിക്കിനും ഒരാൾ +2 പഠിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ 2 പേരും സ്നാനപ്പെട്ടു. അങ്ങനെ കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരും സ്നാനപ്പെട്ടതിനേക്കായി വലിയ വിഷയമായി. ആ വിഷയം നമ്മുടെ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ ഞങ്ങൾ 2 പേരും ഇങ്ങനെ എതിർപ്പിൽ നിൽക്കുകയാണല്ലോ ആദ്യം മുതലേ. അപ്പം കുടുംബത്തിൽ നിന്ന് ചോദ്യം ഉണ്ടായില്ല, നിങ്ങൾ 2 പേരും ഏതായാലും നശിച്ചു പോയി, നിങ്ങളുടെ ജീവിതം എങ്ങനെയായാലും കഴിയും, പക്ഷെ ഈ 2 കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവര് 2 പെൺകുഞ്ഞുങ്ങളല്ലേ, അവരുടെ ഭാവി എന്തുവാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, അവരുടെ വിവാഹം എങ്ങനെ നടക്കും, അവരുടെ കാര്യങ്ങൾ എങ്ങനെയായി? കാരണം സമൂഹത്തിൽ നിങ്ങൾക്ക് ഇനി ഒരു സ്ഥാനം ലഭിക്കത്തില്ല. എന്തുവാ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ആലോചിക്കുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞു, നന്നായിട്ട് ആലോചിച്ച് തന്നെ ചെയ്യും. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നന്നായിട്ട് ആലോചിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒന്നിനെ പറ്റി നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി പറയേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ ഞങ്ങൾ നന്നായിട്ട് അറിയുന്നുണ്ട്. അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ദൈവം നോക്കിക്കോളൂ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി കാര്യം നിങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞു, വലിയ വിഷയമായി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ പിന്നെ നാട്ടിൽ പോക്കൊക്കെ നിർത്തി, നാട്ടിലെങ്ങും പോകാനായി. പിന്നെ കുഞ്ഞുങ്ങളും പ്രായമായി. എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ മൂത്ത മകള് അവളുടെ പഠിത്തം കഴിഞ്ഞു. അപ്പൊ അവൾക്ക് 24-ാമത്തെ വയസ്സിൽ അവളുടെ ആദ്യം അവള് GNM കോഴ്സ് ആയത്. അന്ന് അവിടെ BSc നഴ്സിംഗിന്റെ കോഴ്സ് ഇല്ല. അതിനുശേഷം അവളെ പോസ്റ്റ് BSc എടുത്തിട്ട് അവളെ BSc നഴ്സിംഗിന് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അവൾക്ക് 24 വയസ്സായി. അങ്ങനെ ഇരുന്നപ്പം ഒരു വിവാഹാലോചന വന്നു. ആ വിവാഹാലോചന വന്നു. പിന്നെ 1 വർഷത്തോളം ഞങ്ങളിങ്ങനെ ആലോചനയൊക്കെ ഇങ്ങനെ പറഞ്ഞും കാര്യങ്ങളും ഒക്കെ പല ആലോചനകളൊക്കെ ഇങ്ങനെ നോക്കി. നാട്ടിലും പല രീതിയിലൊക്കെ ആലോചിച്ചു. പക്ഷേ നാട്ടിലെ പാസ്റ്റർമാരോ സഭയോ ഒന്നും ഞങ്ങളോട് സഹകരിച്ചില്ല എന്നുള്ളത് എനിക്ക് പറയുന്നതിന് യാതൊരു മടിയില്ല. കാരണം എൻ്റെ പേര് കേട്ട് കഴിയുമ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ടുള്ള സെൻട്രൽ പാസ്റ്റർമാരെ എനിക്കറിയാം. അതാണ് ഇന്നത്തെ നമ്മുടെ ബന്ധുക്കോസ് സഭ. പക്ഷെങ്കിൽ നമ്മളെ വിളിച്ചത് ദൈവമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ തള്ളിക്കളഞ്ഞാലും, പിന്നെ സഭ തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, കൂട്ടുവിശ്വാസികളോ പാസ്റ്റർമാർ തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, വിളിച്ചത് അവരാരും അല്ലല്ലോ. സഭയോ സംഘടനയൊന്നും അല്ലല്ലോ വിളിച്ചത് ദൈവമല്ലേ. ഞങ്ങൾ കംപ്ലീറ്റ് ദൈവത്തിൽ മാത്രം ഞങ്ങൾ ആശ്രയിച്ചു. ഞാനും എൻ്റെ വൈഫും ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങൾ. ഞങ്ങൾക്ക് ദൈവം അല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ ആലോചന വന്നു, ഗുജറാത്തിലെ ആലോചന വന്നു. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങള് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വർഷത്തോളം ഞങ്ങളിങ്ങനെ ഈ ആലോചനയൊക്കെ വന്നു കഴിഞ്ഞ് ഞാൻ വേറെ ഇതിനൊക്കെ അല്പം കൂടെ മെച്ചമായിട്ടൊക്കെ ഇങ്ങനെ ഒരു നല്ല ദൈവാലോചന എന്തോന്ന് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ 1 വർഷത്തോളം. 1 വർഷം കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവർക്കൊന്ന് ഫോൺ ചെയ്തപ്പം പുള്ളിക്കാരൻ പറഞ്ഞ്, നിങ്ങളെ 1 വർഷമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അത് കാരണം ഞാൻ ചോദിച്ചു, മോൻ്റെ വിവാഹം കഴിഞ്ഞത് ചോദിച്ചു. കഴിഞ്ഞില്ല, ഞങ്ങൾ ഇങ്ങനെ പല പ്രപ്പോസൽ വന്നിട്ടുണ്ട്, ആലോചിച്ചുകൊണ്ടിരിക്കാതെ. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതല്ലേ ദൈവം നമുക്ക് കിട്ടത്തുള്ളൂ. ചെയ്തല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്ന നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം എന്ന് പറഞ്ഞു.
ഞാൻ അപ്പം ഇവരോട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പട്നയിലാണ്, നിങ്ങൾ നിങ്ങളുടെ സഭയിലെ പാർശ്വവും അപ്പനും അമ്മയും ചെറുക്കനും കൂടെ നിങ്ങളൊന്ന് പോവാം, വന്നിട്ട് പെണ്ണിനെ ഒന്ന് കണ്ടേച്ചു. അവര് പിള്ളേർ രണ്ടുപേരും കാണട്ടെ, അതാണല്ലോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവർ യേസു പറയാവുന്ന ബാക്കി കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചു. ഏതായാലും ഗുജറാത്തിലെ ചർച്ച് ഓഫ് ഗോഡിലാണ് അവർ കൂടുന്നത്. ചർച്ച് ഓഫ് ഗോഡിലെ പാർഷർ മലയാളി പാർഷറായിരുന്നു. അങ്ങനെ പാർഷറും അവര് അപ്പനും അമ്മയും മോനും കൂടെ അവര് പട്നയിൽ വന്ന് ഞാൻ സ്റ്റേഷനിൽ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പൊ മോളെ ഗ്രാജുവേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല, മോളെ പഠിത്തം നടക്കുന്നേ ഉള്ളൂ. പിന്നെ മോളോട് അവിടുന്ന് പിന്നെ ഞാൻ മോളെ കോളേജിൽ പോയി കൂട്ടിക്കൊണ്ട് വന്നു. ഇവർ തമ്മിൽ കണ്ടു, സംസാരിച്ചു, അവർ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവര് അന്ന് രാത്രിയിൽ അവർക്ക് വണ്ടി ഉണ്ടായിരുന്നു തിരിച്ചു പോകാൻ. അങ്ങനെ അവര് അന്ന് രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് അവര് തിരിച്ചു പോവുകയും ചെയ്തു. പോയതിനു ശേഷം 92 അവള് ജനിക്കുന്നത്. 90 ഞങ്ങളുടെ കല്യാണം കഴിയുന്നു, 92 മൂത്ത മോള് ജനിക്കുന്നു. അപ്പം 2018 അവളുടെ വിവാഹം നടന്നു. അങ്ങനെ 2018 മൂത്ത മോളെ വിവാഹം നടന്നു. അത് വിവാഹം അവിടെ രാജ്കോട്ടിൽ വെച്ചായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് സഭയിലെ ആൾക്കാരും പാർഷന്മാരും ഞങ്ങള് ഒരു 10-15 പേര് ഇവിടുന്ന് ഞങ്ങള് ടിക്കറ്റൊക്കെ ചെയ്ത് ഒരു ട്രെയിന് ഞങ്ങള് ഗുജറാത്തിൽ ചെന്നിട്ട് അവിടുത്തെ നല്ലൊരു ഹോട്ടലാണ് അവർ തിരഞ്ഞെടുത്ത്. മോനെ MBA മാർക്കറ്റിംഗ് ആണ്. അവർക്ക് അവിടെ സ്വന്തമായിട്ടൊരു ചെറിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പനും അമ്മയൊക്കെ അവര് ജോലി ചെയ്യുന്നുണ്ട്. ഫാദർ ഒരു കമ്പനി ജോലി ചെയ്യുന്നു, മദർ ഒരു പ്രൈവറ്റ് നഴ്സിംഗ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. പുള്ളിക്കാരി ഇപ്പം ജോലിയൊക്കെ വിട്ടു. അവർ 2 പിള്ളേരാണ്. മൂത്ത മോന്, ഇളയൊരു മോള്. അവളെ ഗൾഫിലെ അവള് ഇപ്പം ഫാമിലിയായിട്ട് അവർ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും ദുബായിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ 2018 മൂത്ത മോടെ ഡിസംബറിൽ മൂത്ത മോടെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം വിവാഹം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് അവര് തിരിച്ചു വന്നു. അവരെല്ലാവരും കൂടെ ഇവിടെ തിരിച്ചു വന്നു. ഞങ്ങള് പട്നയിലെ ഒരു റിസപ്ഷൻ്റെ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇവിടെ നമുക്ക് പരിചയമുള്ള ഒരു ഹോട്ടൽ മാനേജറുണ്ട്. അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ ഒക്കെ ഞങ്ങൾക്ക് അതിനുവേണ്ടി അറേഞ്ച് ചെയ്ത് തന്നു. 250 പേരോളം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ. അങ്ങനെ അതിന്റെ റിസപ്ഷൻ കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് നടന്നു. അങ്ങനെ ഞങ്ങളുടെ റിലേറ്റീവ്സിനെ എല്ലാം ഞങ്ങൾ വിളിച്ചു. നമ്മുടെ മക്കളുടെ ഭാവി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ച ആൾക്കാരൊക്കെ അവിടെ വന്ന് ഹോട്ടലിൽ വന്നിരുന്ന് അന്തസ്സായിട്ടെല്ലാം കണ്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് തൃപ്തിയായിട്ട് പോയി. നമ്മുടെ ദൈവം ആരാണെന്നുള്ളത് അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ജീവിതത്തിലൂടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൂടെ ഇങ്ങനെ അവരൊക്കെ ഇപ്പോഴും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കൂടുതൽ അവർക്ക് മനസ്സിലാക്കാൻ ഞങ്ങൾ അവസരം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2018 എൻ്റെ മൂത്ത മോടെ വിവാഹം കഴിഞ്ഞു. അതിനുശേഷം അവൾ പോയി ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവൾ പോയി അവിടെ കുറച്ച് നാൾ അവിടെ ഈ രാജ്കോട്ടിൽ തന്നെ ഒരു ബൈബിൾ കോളേജിലെ ട്യൂട്ടറായിട്ട് അവൾ കുറച്ച് നാൾ അവിടെ 1 വർഷത്തോളം നിന്ന് കഴിഞ്ഞിട്ട് 2019 അവിടെ വന്നു. അപ്പൊ 2020 എനിക്ക് വീണ്ടും ഒരു ശരീര ക്ഷീണമൊക്കെ ഉണ്ടായി. ചെക്കപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം ഡോക്ടർമാർ ചെക്കപ്പ് ചെയ്തിരുന്നു എനിക്ക് ക്യാൻസർ ആണെന്ന്. അപ്പം ഇളയ മകള് ഇവിടെ ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഇവിടുത്തെ വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിനുള്ള മരുന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ അഡ്വൈസ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഞാൻ വെളിയിലെങ്ങാണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞ് ഊണ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വാഷ് ബേസിൻ്റെ ഒരു കൈ കഴുകിക്കൊണ്ടിരുന്നപ്പം എനിക്കൊരു തലകറക്കം പോലെ വന്നു. അപ്പം ഞാൻ ഉടനെ വൈഫിനെ വിളിച്ചു, എനിക്ക് തലകറക്കം തന്നെ ഒന്ന് പിടിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ പിടിച്ച് കട്ടിലേ കൊണ്ട് കിടത്തി. അത് കഴിഞ്ഞ് ഞാൻ അങ്ങ് അബോധാവസ്ഥയിലായി. പിന്നെ എന്ത് സംഭവിച്ചെന്നൊന്നും എനിക്ക് യാതൊരു ബോധവുമില്ല. ഞാൻ അബോധാവസ്ഥയിലായി. അതിനുശേഷം എന്നെ ക്യാൻസർ ഹോസ്പിറ്റൽ, ഇവിടെ പട്നയിലെ ഒരു ക്യാൻസർ ഹോസ്പിറ്റലുണ്ട്, അവിടെ എന്നെ കൊണ്ടുപോയി. ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി. അവിടെ ചെന്നു. ഭയങ്കര മഴയായിരുന്നു അന്ന്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർമാർ പറഞ്ഞു 4th സ്റ്റേജ് ആയിപ്പോയി, ആള് കോമയിലാണ്, രക്ഷപ്പെടാൻ യാതൊരു മാർഗവും ഇല്ല.
അതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വൈഫ് അന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈഫ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും ഡോക്ടറെ. അപ്പോൾ അവിടെ നമ്മുടെ ഒരു 3-4 മലയാളി സിസ്റ്റേഴ്സ് അവിടെ ജോലി ചെയ്യുന്നു, ഇവിടെ പരിചയക്കാർ, എല്ലാവരും പരിചയമുള്ളൂ. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, അഡ്മിറ്റ് ചെയ്യിക്കുക, ചെയ്യാവുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാം, പിന്നെ ദൈവഹിതമാണെങ്കിൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഡെഡ് ബോഡി ഞാൻ തിരിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർമാരെല്ലാം കൂടെ കൂടി എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ, അപ്പോൾ ഞാൻ കോമയിൽ പോയി ഒരാഴ്ച, ഒരു 5 ദിവസത്തോളം, 5-6 ദിവസം ഞാൻ കോമയിലായിരുന്നു, ICUയിലായിരുന്നു. അപ്പം ദൈവ ജേക്കപ്പാഷൊക്കെ വന്ന് അന്ന് പ്രാർത്ഥിച്ചു, ഒരുപാട് ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അറിയാവുന്ന എല്ലാവരും എല്ലാ സഭകളിലും മെസ്സേജ് കൊടുത്ത് എല്ലാവരും പ്രാർത്ഥിച്ചു. അന്നും ഡോക്ടർ ഇതുപോലെ പറഞ്ഞു, രക്ഷപ്പെടുമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ല, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അഡ്മിറ്റ് ചെയ്തെന്നുള്ളതെന്ന് പറഞ്ഞു. ഏതായാലും 6-ാമത്തെ ദിവസം പക്ഷേ ദൈവകൃപയാൽ എനിക്ക് ബോധം വന്നു. ഈ 6 ദിവസം എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ആരൊക്കെ എന്നെ കാണാൻ വന്നൊക്കെ പറയുന്നുണ്ട്, അത് കഴിഞ്ഞ്. പക്ഷേ എനിക്കൊന്നും അറിയില്ല. 6-ാമത്തെ ദിവസം എനിക്ക് ബോധം വന്നു, ആൾക്കാരെയൊക്കെ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി. പക്ഷേ എൻ്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയായിരുന്നു. അതിനുശേഷം അവരെന്നെ ICUയിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു, വാർഡിലാക്കി. 15 ദിവസം അവിടെ കിടന്നു. 15-ാമത്തെ ദിവസം ഞാൻ ഡിസ്ചാർജ് ആയി. നടന്ന് 3-ാമത്തെ നിലയിൽ നിന്ന് താഴെ വന്ന് കാറെ കയറി എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് അവിടെയും ഡോക്ടർമാര് രക്ഷയില്ലെന്ന് പറഞ്ഞതാണ്. അവിടുന്ന് ദൈവം വിടുവിച്ച് ഇന്ന് 2020 ഇതുപോലെ അത് കഴിഞ്ഞിട്ട് ഉടനെ അപ്പം എൻ്റെ ഈ അവസ്ഥയെ കണ്ടുകൊണ്ട് കഴിഞ്ഞ പെട്ടെന്ന് ഒരു ഇളയ മകൾക്കൊരു കല്യാണവാല്യമൊക്കെ വന്നു. അങ്ങനെ 2020 തന്നെ ഇളയ മോളുടെ വിവാഹം കഴിഞ്ഞു. അവളുടെ വിവാഹവും മൂത്ത മോളുടെ റിസപ്ഷൻ നടത്തി ആ ഹോട്ടലിൽ തന്നെ വെച്ച് ഞങ്ങൾ നടത്തി. അന്നും റിലേറ്റീവ്സിനെ എല്ലാം വിളിച്ചു. അവിടെ അവരെല്ലാം വന്നു, ആ ഹോട്ടലിൽ വന്നു. ഇളയ മോളുടെ വിവാഹം 2020 ജൂണിൽ നടന്നു. അതിനുശേഷം 2021 എൻ്റെ വൈഫ് റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ഞങ്ങളുടെ മുന്നേ വലിയൊരു വിഷയം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ പോയി റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി സെറ്റിൽ ആവാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ സഭയുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അങ്ങനെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ആകും എന്ന് വിചാരിച്ച് അതേപ്പറ്റി ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം ദൈവാത്മാവ് നാട്ടിൽ പോകണോ ഇവിടെ നിൽക്കണോ, സഭ, നാട്ടിലെ സെറ്റിൽമെന്റ്, ഇങ്ങനെ 2 വിഷയത്തിന് നടുവിൽ ഞാൻ ഇങ്ങനെ വലിയൊരു വിഷമത്തിലായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം കർത്താവ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. അതായത് ആ ചോദ്യം ഇതായിരുന്നു: കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പത്രോസ് 2ാമത് മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാതെ തിരിച്ചു വന്ന് കരയ്ക്ക് വന്നപ്പോൾ കഴിഞ്ഞപ്പോൾ കർത്താവ് അവർക്ക് ആഹാരം ഉണ്ടാക്കി ഒക്കെ കൊടുത്തിട്ട് പത്രോസിനെ വിളിച്ച് ചോദിക്കുന്ന ചോദ്യം, പത്രോസ്, നീ എന്നെ സ്നേഹിക്കുന്നു? അങ്ങനെ 3 പ്രാവശ്യം പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നു. ആ ചോദ്യം കർത്താവ് എന്നോട് ചോദിച്ചു. കർത്താവെ, ഞാൻ നാട്ടിൽ പോകണോ, ഞാൻ ഇവിടെ നിൽക്കണോ? അപ്പം എൻ്റെ വൈഫ് നാട്ടിൽ പോയി സെറ്റിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, 100% ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നീ പറഞ്ഞു തരണം. ഞാൻ വിചാരിച്ച് നാട്ടിൽ പോയി സെറ്റിലാകാം, എന്നിട്ട് ഇവിടെ വന്ന് വല്ലപ്പോഴും ഇങ്ങനെ വന്നും വിസിറ്റ് ചെയ്തൊക്കെ ചർച്ചും കാര്യങ്ങളൊക്കെ വേറെ ആരിലേക്ക് ഏൽപ്പിച്ചിട്ട് പോകാൻ തീരുമാനിച്ചതാണ്. കർത്താവ് എന്നൊരു ചോദ്യം ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പം ഭാര്യയോട് പറഞ്ഞു, കർത്താവ് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് പോണമെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകണം. അതല്ല, സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കാൻ കർത്താവ്. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് മരിക്കുന്നവരെ ഞാൻ പറയുകയില്ല. അതുകൊണ്ട് ദൈവത്തിന് എനിക്ക് കൊടുക്കാൻ ആൻസർ ഇല്ല. ഐ ആം ഹെൽപ്ലെസ്.
അതുകൊണ്ട് ഇനി നിന്റെ തീരുമാനം എന്തോ തീരുമാനിച്ചോളാം. അങ്ങനെ ഞങ്ങള് നാട്ടിലെ സെറ്റിൽമെന്റ് ദൈവഹിതപ്രകാരം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. പട്നയിലെ ദൈവകൃപയാൽ വൈഫിന് റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോൾ ഇട്ട പൈസ കൊടുത്ത് ഞങ്ങൾ പട്നയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങി. അങ്ങനെ ഞങ്ങൾ ജേക്കബ് പാസ്റ്റർ താമസിക്കാൻ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഫ്ലാറ്റ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെ ജേക്കബ് പാസ്റ്റർ, മറ്റേ വേറെ ഒരു പാസ്റ്റർ, പിന്നെ നേരത്തെ നിങ്ങളുടെ കൂടെ ഇവിടെ അരോമ ടി വി തന്നെ സാക്ഷ്യം പറഞ്ഞ ഒരു സൂസൻ സഹോദരിയുണ്ട്. ആ സഹോദരി ഞങ്ങളുടെ ആ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് അവർ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിൽ ഞങ്ങൾക്ക് എന്നും ഡെയിലി രാവിലെ ഒരു തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച ഒരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. പിന്നെ ഞാൻ ചർച്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ രണ്ടുപേരും, ഇപ്പം എൻ്റെ മൂത്ത മോക്ക അതിന് ഇടയ്ക്കായിട്ട് ഇവിടെ ഗവൺമെന്റിൽ ബീഹാർ ഗവൺമെന്റിലൊക്കെ പോസ്റ്റിങ് നടന്നു. അപ്പം അവള് കുഞ്ഞും ഞങ്ങളുടെ കൂടെ ഉണ്ട്. മോന് ഞാൻ ഗുജറാത്തിൽ നിന്ന് വന്നും പോയി ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇളയ മോള് ഞാൻ ഈ ക്യാൻസർ ഹോസ്പിറ്റലിൽ, എന്നെ ട്രീറ്റ്മെന്റ് ക്യാൻസർ ഹോസ്പിറ്റലിൽ തന്നെ അവളിപ്പോൾ ജോലി ചെയ്യുന്നു. അവിടെ ഭർത്താവ് ആ ഇളയ മരുമോനെ അവനെ ഇവിടെ ഒരു മിഷൻ സ്കൂളിലെ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു. അവരുടെ പേരൻസ് രണ്ടുപേരും അവിടെ ഉണ്ട്. 3 കൊച്ചുമക്കളെ ദൈവം തന്നു. അങ്ങനെ ഞങ്ങള് ആ കൊച്ചുമക്കളും ആയിട്ട് ദൈവകൃപയാൽ സന്തോഷമായിട്ട് ദൈവത്തിന്റെ വേലയും ചെയ്ത് മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് സന്തോഷിപ്പാൻ ദൈവം ഇവിടെ വരുത്തി. ആ ദൈവത്തിന് സകല സ്തോത്രവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ അരോമ ടി വിക്കും ഇതിലൂടെ സാക്ഷ്യം പറയാൻ ലഭിച്ച അവസരത്തിനും എന്നെ അതിനുവേണ്ടി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പാസ്റ്റർ ജേക്കബ് പാലക്കൽ ജോൺ, പ്രിയ ദൈവദാസനെയും അതുപോലെ തന്നെ എന്നെ ഇത്ര നേരം ശ്രമിച്ചുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്വപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായി, ഈ ഓപ്പർച്യൂണിറ്റിക്കായി, സുവർണ അവസരത്തിനായി ഞങ്ങളെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. അന്ധകാരത്തിലും ഹല്ലേലൂയ പാപത്തിന്റെ കുപ്പക്കുഴിയിലും കിടന്ന അടിയന് ഇങ്ങനെ ഒരവസരത്തിന് അടിയൻ ഒരിക്കലും യോഗ്യനല്ലായിരുന്നു കർത്താവേ. നീ അടിയനെ വിളിച്ച് വേർതിരിച്ചു അതിനെ യോഗ്യനാക്കി ഇന്ന് തിരുസന്നിധിയിൽ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, സാക്ഷീകരിക്കുവാൻ അടിയനെ അവിടുന്ന് യോഗ്യനാക്കി തീർത്ത് കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പൗലോസ് പറയുന്നത് പോലെ ഇത് ഞങ്ങളുടെ യോഗ്യതയല്ല, നിന്റെ കൃപയൊന്നും മാത്രമാണ് കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. അരോമ ടി വിക്കായി നന്ദിയോടെ സ്തോത്രം. പ്രിയ ദാസനെയും കുടുംബമായി ധാരാളമായി അനുഗ്രഹിക്കണം. ജേക്കബ് പാലക്കൽ ജോണിനായി ദാസന്റെ കുടുംബത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയനെയും കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ശേഷിക്കുന്ന ദിനങ്ങൾ കർത്താവെ പട്നയിൽ വസിച്ച ബീഹാറിൽ നിന്റെ മിനിസ്ട്രി ഹല്ലേലൂയ പൂർവാധികം ഭംഗിയായി ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ വീണ്ടും ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അടിയന്റെ സാക്ഷ്യം കണ്ട ശ്രോതാക്കളെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം അടിയന്റെ സാക്ഷ്യം ഒരു പുതിയ ഉണർവിനും പുതിയ അനുഭവത്തിനും ഒരു വിടുതലിനും കാരണമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിനും തിരുനാമം മഹത്വം കൊടുക്കണം കർത്താവ്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുരേന്ദ്രൻ അവറുകൾ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടി വിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കേരളത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടുവെങ്കിലും വളരെ ഏറെ കഷ്ടതകളുടെ ജീവിതാനുഭവങ്ങളും ബാല്യകാലാനുഭവങ്ങളും ഒരുപാട് ഓർമ്മകളും ഒക്കെ അയവിറക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠകരമായ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഈ ജീവിതത്തിൽ ദൈവം നൽകി തന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വൈദ്യശാസ്ത്രപ്രകാരം ഡോക്ടർമാർ വിധി എഴുതിയും കേവലം 3 മാസക്കാലം ജീവിച്ചിരിക്കും എന്ന്. എന്നാൽ വൈദ്യശാസ്ത്രത്തിനപ്പുറമായി, മരുന്നിനപ്പുറമായി, ചികിത്സയ്ക്കപ്പുറമായി നമുക്ക് ഈ ഭൂമിയിൽ ജനനം തന്ന, ജീവിതം തന്ന, നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ച സ്വർഗത്തിലെ ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ട് എന്ന്
ദൈവദാസന്റെ ആ വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നു. എത്രയോ അതിശയകരമായിട്ടാണ് ഇന്ന് ഈ സാക്ഷ്യം പറയുവാൻ ഇടയായി തീർന്നത്. മരണകരമായ പല സന്ദർഭങ്ങൾ ജീവിതത്തിൽ നേരിട്ടപ്പോഴും അതിൻ്റെയൊക്കെ നടുവിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ മരണത്തിനപ്പുറത്തേക്ക് കൂടെ ഇരുന്ന് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയുവാൻ ദൈവം എന്നും നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ജീവിതാനുഭവങ്ങൾ. അതിനേക്കാൾ ഉപരി സ്വന്തക്കാര്, പ്രിയപ്പെട്ടവരെ, ബന്ധുക്കളെ, കുടുംബാംഗങ്ങളൊക്കെ ഉപേക്ഷിച്ചപ്പോൾ നമ്മെ ചേർത്ത് നിർത്തിയ കർത്താവിൻ്റെ ആ ക്രൂശിലെ സ്നേഹം എത്ര അവർണ്ണനീയമാണ്. മാനുഷിക ബന്ധങ്ങളും അതൊക്കെ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു താൽക്കാലികമായി ഒരു ബന്ധങ്ങൾ മാത്രമാണ്, രക്തബന്ധങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നിത്യജീവന്റെ ആ ഒരു ബന്ധമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന ഒന്ന്. അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. ഇന്ന് ജാതിയും മതവും ഭാഷയും വേഷവും അതുപോലെ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രസക്തി കൊടുക്കുമ്പോൾ മനുഷ്യന്റെ ആത്മാവിന് വേണ്ടി ചിന്തിക്കുന്നവർ പോലും കുറവ് തന്നെയാണ്. എന്നാൽ പ്രിയ സുരേന്ദ്രൻ പാസ്റ്ററുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, കർത്താവിനെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ, അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഏറെ അവസരങ്ങളെ ദൈവം ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രോമാറ്റിയുടെ പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ച വൈകുന്നേരങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com